ഷാലബാറ ലേബാറോഷിക്ക് തേരിയന്തരം. ഒന്ന് കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? ഷാലബാറ ലേബാറോഷിക്ക് തേരിയ. പ്രിയ പിതാവേ, ഈ വിശുദ്ധ പൽക്കാലം വീണ്ടും അങ്ങയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നു, സത്യം അറിവീൻ, സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരോ ലജ്ജിച്ച് പോയില്ല. കർത്താവേ, ഇന്ന് ഒരു പുതിയ സീസൺ നമുക്ക് വേണ്ടി നീ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താഴ്ചകൾ മാറുന്ന സീസൺ, ഉയർച്ചകൾ കൽപ്പിക്കുന്ന അങ്ങയുടെ മാറ്റില്ലാത്ത കരം ഇന്ന് നമ്മളെ ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ ധൈര്യത്തിൽ കൃപയുടെ സിംഹാസനത്തിലേക്ക് വരാം, കൃപയും കരുണ ലഭിക്കുന്നതിനായി. കർത്താവേ, നമ്മൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മേൽ അൺമെറിറ്റഡ് ഫേവർ ആകുന്ന കൃപ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല കർത്താവേ. പിതാവേ, നീ നിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട് നമ്മുടെ മേൽ നീതിയുടെ വസ്ത്രത്തെ നീ അണിയിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത് പോൽ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം പറയുന്നത് പോൽ, നമ്മൾ നീതിമാൻ അല്ലായിരുന്നു കർത്താവേ, നമ്മൾ പാപികളായിരുന്നു. പക്ഷെ നീ നമ്മുടെ പാപത്തെ വഹിച്ചു അതിനെ എടുത്തു, നമ്മളെ നീതിയുടെ വസ്ത്രത്തെ നീ അണിച്ചു. ഇന്ന് നമ്മളായിരിക്കുന്നത് നീതിയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്. യെസ് കർത്താവേ, ആ വസ്ത്രത്തിന് ഹിമത്തെക്കാട്ടും വെളുപ്പുണ്ട്, ആ വസ്ത്രത്തിന് ശക്തിയുണ്ട്. ആ വസ്ത്രത്തിനെ തൊടുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല എന്ന് വചനം പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത് പോലെ, നീതിമാന്റെ മേൽ ശത്രുവിന് നോക്കാൻ പറ്റത്തില്ലെന്ന്. ആയുധങ്ങളെല്ലാം അയക്കപ്പെടും, പക്ഷെ അത് നമ്മളെ തൊടത്തില്ല. കാരണം നമ്മൾ ഇട്ടേക്കുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത അത് നീതിയുടെ വസ്ത്രമാണ്. ആ നീതിയുടെ വസ്ത്രത്തിന്റെ കവറിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോൽ നീ നമ്മളോട് ഇപ്പോൾ കരുണ കാണിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മക്കൾക്ക് കരുണയുടെ ആവശ്യമില്ല, പക്ഷേ കർത്താവേ, നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുണ്ട്, അതിന് നമ്മൾ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു കർത്താവേ. ഇപ്പോൾ തന്നെ ഓരോരുത്തരെ വിടുവിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, അങ്ങ് പറഞ്ഞല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കർത്താവേ, നമ്മൾ വിശ്വസിക്കുന്നു അങ്ങ് നമ്മളിലാണ്. അതുകൊണ്ട് ജയം ഉറപ്പാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം പറയുന്നു, ഇപ്പോൾ എനിക്ക് ക്രിസ്തുവിൽ എപ്പോഴും ജയമുണ്ട്. കർത്താവേ, ആ ജയം തന്നിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ടേക്ക് ഓവർ ചെയ്തനായി സ്തോത്രം ചെയ്യുന്നു. പാടും ശൂന്യതര മണ്ഡലത്തിന്മേൽ അങ്ങ് ചലിച്ചപ്പോൾ പാടും ശൂന്യതര മണ്ഡലങ്ങൾ മാറിപ്പോയി. സിംശോൻ നിലവിളിച്ചു. നിലവിളിയുടെ നടുവിൽ കർത്താവെ അവന് വേണ്ടി ഉറവെ നീ തുറന്നു. കർത്താവെ, ഇന്ന് നമുക്ക് അസാധാരണമായ ബിലീവ് ചെയിൻ്റെ അപ്പുറമായ ഒരു ഉറവെ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആ ഉറവ വെള്ളം കുടിക്കുന്നത് മാത്രമല്ല, ആത്മീയമായി ചിലതൊക്കെ കുടിക്കുവാൻ, ഭൗതികമായി ചിലതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ, സാമ്പത്തികത്തിൽ വലിയ വിടുതലുകൾ നടക്കുവാൻ ആ ഉറവെ
സ്തോത്രം ചെയ്യുന്നു. അത് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിന്റെ ശക്തിയാൽ ചെരുബാബേലിന്റെ മുമ്പിൽ നിന്ന് മഹാപർവ്വതം നീങ്ങിയതുപോൽ ചിലത് നീങ്ങി തുടങ്ങിയതായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരത്തിനെ ജയിക്കയില്ല. യെസ്, മിഖായേൽ ദൂതന്മാർ ഇറങ്ങിയനായി സ്തോത്രം, ഗബ്രിയേൽ ദൂതന്മാർ ഇറങ്ങിയനായി സ്തോത്രം, ഊരിയേൽ ദൂതന്മാർ ഇറങ്ങിയനായി സ്തോത്രം ചെയ്യുന്നു, റാഫേൽ ദൂതന്മാർ ഇറങ്ങിയനായി കർത്താവേ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഓ ശഖറബബബബ, സലാഖ് ദൂതന്മാർ, ഓ ഹല്ലേലൂയ, ബറാഖേൽ ദൂതന്മാർ ഇറങ്ങിയനായി സ്തോത്രം. അനോയിന്റഡ് കെരൂബുകൾ ഇറങ്ങിയനായി സ്തോത്രം, സെറാഫീംമാർ ഇറങ്ങിയനായി സ്തോത്രം, ഓഫേനിയം ദൂതന്മാർ. ശഖറബബബബ. താങ്ക് യു ജീസസ്. ഹാബേൽ രക്തത്തെക്കാട്ടും ഗുണമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്തിന്റെ ശക്തി ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇപ്പോൾ ചാലിച്ച് തുടങ്ങട്ടെ. നമ്മുടെ ആയുധമോ ചടികമല്ല, കോട്ടകളെ ഇടിക്കാനുള്ള ആയുധമാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. ചടികമല്ല നമ്മുടെ ആയുധം, ചടികമല്ല. ദാവീദ് വിളിച്ചു പറഞ്ഞതുപോലെ, നീ എന്റെ നേരെ കുന്തവും പരിചയമായി വരുന്നു, ഞാൻ നിന്റെ നേരെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ. പൈശാചിക ശക്തികളുടെ അവകാശങ്ങൾ, വാദങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു തുടങ്ങിയതായി സ്തോത്രം. Thank you Lord Jesus. ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ സ്റ്റഫുകൾ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് ബലവാനെ പിടിച്ച് അങ്ങ് കെട്ടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അധികാരത്തെ ഉപയോഗിക്കുന്നു കർത്താവേ. Flow. Holy Spirit, flow. The fire of the Holy Ghost, the fire of the Holy Ghost. Shakara baba baba baba. Oh Jesus, we worship you in the beauty of your holiness, Lord. We look into your face, Lord. നമ്മൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. അഗ്നിക്ക് ജ്വാലയുള്ള കണ്ണുകളുള്ളവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നു. പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലുള്ള സ്വരമുള്ളവന്റെ സംസാരത്തെ കേൾക്കുവാൻ, വാക്കിനെ കേൾക്കുവാൻ നമ്മുടെ ചെവികൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ നാവിനെ കർത്താവ് തൊടട്ടെ. Flow of the Holy Spirit right now. Holy Spirit, we give you the control. പരിശുദ്ധാത്മാവേ, നമ്മുടെ കൺട്രോൾ വേണ്ട, നിന്റെ കൺട്രോളിലേക്ക് ഏൽപ്പിക്കുവാണ്. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എത്ര പേർക്ക് ഫീൽ ചെയ്യാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിച്ച് തുടങ്ങി കഴിഞ്ഞു? നിങ്ങൾ വന്നതുപോലെ പോത്തില്ല, അധികാരത്തിലായിരിക്കും നിങ്ങൾ പോവാൻ പോകുന്നത്. വീണ്ടും കർത്താവ് തന്നെ ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആലയത്തിലേക്ക് വരുവാൻ
രണ്ടാമത്തെ തവണ ദൈവം നൽകിയാൽ ഈ വലിയ അവസരത്തെ ഞാൻ എൻ്റെ ഒരു കർത്താവിനോട് നന്ദിയുള്ളവനായിരിക്കും. സഭയോട്, അഭിഷക്തൻ കുടുംബവും, സ്പെഷ്യലി റിജോ പാസ്റ്ററിനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ വിശ്വാസികൾ, സ്പെഷ്യലി നിങ്ങൾ ഭയങ്കര പ്രഷ്യസ് ആണ്, നിങ്ങൾ വിലയുള്ളവരാണെന്ന് കർത്താവ് എന്നോട് പറയുന്നു. ഈ മൂവ് തുടങ്ങിയത്, ഇതിൻ്റെ തുടക്കം ഇട്ടത് കർത്താവായെങ്കിൽ, കർത്താവായി മൂവ് തുടങ്ങിയത്, ഇത് അടുത്തൊരു എക്സ്പാൻഡേഷനിലേക്ക് പോകാൻ പോവാണ്. കർത്താവ് എന്നോട് പറയാണ്, ഈ മൂവിനെ ദൈവം തുടങ്ങാനായി ഒരാളിനെ നോക്കി. ആ ആളാണ് നിങ്ങളുടെ അഭിഷക്തൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് ഒരാളിനെ വേണമെന്ന് പറഞ്ഞാൽ ആ ആളിനെ കൊണ്ടേ ചെയ്യിക്കത്തുള്ളൂ. തെറ്റായ വാക്കുകളാണ് ചിലർ പറയുന്നത്. നീ ഒരുങ്ങിയില്ലെങ്കിൽ വേറെ ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ ഞാൻ പറയുന്നു, നീ ഒരുങ്ങുന്നത് വരെ കർത്താവ് നിൽക്കും. ഇല്ലേ? ദൈവത്തിന്റെ വചനം പറയാം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ അഭിഷക്തൻ നിങ്ങളുടെ ഹെഡായി നിൽക്കുവാണ്? ഇത്ര പേർക്ക് സന്തോഷമുള്ളോ? സന്തോഷിക്കാമെങ്കിൽ ഒന്ന്, കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഭിഷക്തനെ ബ്ലസ് ചെയ്യുന്നു. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ചിലരുടെ കടഭാരങ്ങൾ മാറും. സത്യമാണ്. നിങ്ങൾ ഉള്ളിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ചിലരുടെ രോഗബന്ധനങ്ങൾ അഴിയും. സത്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയോ, നിങ്ങളുടെ ഭവനത്തിൽ ഇല്ലാത്ത സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ പല ഒഴിവുകേടുകൾ പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, എനിക്ക് സംസാരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വീക്കാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണമെങ്കിൽ എൻ്റെ സഹോദരനാകുന്ന അഹ്റോനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചോ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. കർത്താവ് എടുത്തു വായിൽ പറഞ്ഞു, വിക്കനെ സൃഷ്ടിച്ചത് ആരാണ്? ഞാനല്ലയോ? നിന്നെ വേർതിരിച്ചത് ഞാനല്ലയോ? നിന്നെ വിളിച്ചത് ഞാനല്ലയോ? നീ വന്നില്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടത്തില്ല. എനിക്ക് വിടുവിക്കണമെങ്കിൽ ഒരാളിനെ വേണം, അത് നീയാണ്. ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെങ്കിൽ എനിക്ക് ഒരാളിനെ വേണം, ആ ആളാണ് മോശെ, നീ. ഞാൻ വിശ്വസിക്കുന്നത് മോശെ കൊണ്ട് ദൈവം വിടുവിച്ചെങ്കിൽ റിജോ പാസ്റ്ററിനെ കൊണ്ട് ഈ ട്രിവാൻഡ്രത്തിൽ മാത്രമല്ല, കേരളരെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ, ഈവൻ നോർത്ത് ഇന്ത്യ കേരളത്തക്ക രീതിയിൽ, ഗൾഫ് കൺട്രികൾ UAE രാജ്യങ്ങളിലേക്ക് കയറത്തക്ക രീതിയിൽ, അയർലൻഡ് കയറത്തക്ക രീതിയിൽ, UK മണ്ണിലേക്ക് അവകാശം പറഞ്ഞ കയറത്തക്ക രീതിയിൽ, ന്യൂസിലൻഡ് മുതൽ അങ്ങ് ഹല്ലേലൂയ കാനഡ വരെ കയറാനുള്ള ഒരു വിളി തെരഞ്ഞെടുപ്പ് അഭിഷക്തന് മേലുണ്ട്. അത് നിങ്ങളൊന്ന് കൈവച്ചാൽ മതി. Come on, get ready. ഭയങ്കര ഒരു അഭിഷേകത്തിന്റെ തീ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, ചിലർ ആള് മാറുന്നത് പോലെ ഇത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുന്ന ഒരു അടയാളം ഇന്ന് ചിലരുടെ മേൽ വെളിപ്പെടാൻ പോവാണ്. അഭിഷേകം മരണത്തിന്റെ പാശങ്ങളെ അഴിക്കും. അഭിഷേകം നിങ്ങൾ എത്തന്നെ ആ ടാർഗറ്റിലേക്ക് എത്താതിരിക്കാൻ ഡിലേകൾ കൊണ്ടുവരുന്നതിനെ ദൈവം അഭിഷേകം കൊണ്ട് മുറിച്ചു മാറ്റുന്നതിനെ കാണുവാണ്. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സീസണിലേക്ക് നിങ്ങൾ കടക്കാൻ പോവാണ്. ഹല്ലേലൂയ. ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ റെഡിയാണോ? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം
1-2 വാക്യങ്ങൾ വായിച്ചൊന്ന് സഹായിക്കാമോ? ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ റെഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിന് നേരെ ഇസ്രായേൽ പാളയമിറങ്ങി. 3-ാം മാസം ബന്ധനം അഴിഞ്ഞു, അടിമനുഖം പൊട്ടി, സ്വാതന്ത്ര്യത്തിലേക്ക് കയറിയ ഇസ്രായേൽ മക്കൾ. ഇതിനകത്ത് ചിലരെ അതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം കയറ്റാൻ പോവാ. 3-ാം മാസം. ഹല്ലേലൂയ. ഈ കർത്താവ് വിടുവിക്കാൻ റെഡിയായാൽ പിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ മാസം ദൈവത്തിന് വലിയ വിടുതലുകൾ വെളിപ്പെടാൻ പോവാണ്. കർത്താവ് എന്നോട് പറയുന്നു, ചിലർ സ്വപ്നം കണ്ടത് നിവൃത്തിയാകും. അനുഗ്രഹം വെളിപ്പെടാൻ പോവാണ്. ചിലരോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത വചനങ്ങളുണ്ട്, അത് നിവൃത്തിയാകാൻ പോവാണ്. കർത്താവ് പറയാ, ചില രോഗബന്ധന കുരുക്കുകൾ അഴിയാൻ പോവാണ്. ചിലരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാൻ പോവാണ്. ചിലര് അത്ഭുതങ്ങളിലേക്ക് കയറാൻ പോവാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് എന്നോട് പറയാണ്, ഈ 3-ാം മാസം കേറാൻ ഇവർക്ക് വേണ്ടി ഒരു വഴി ദൈവം ഒരുക്കിയപ്പോൾ സംഭവിച്ചത് എന്തുവാണെന്ന് അറിയാമോ? ആദ്യം ഏത് മന്ത്രവാദികൾ ഇവർക്ക് തടസ്സമായി മോശയ്ക്ക് നിന്നോ, ഇസ്രായേൽ മക്കൾക്ക് നിന്നോ, അവർ തന്നെ വിളിച്ചു പറയാണ്, ഇത് മറ്റൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ വിരലത്രേ, ഇതിനെ തടയാൻ പറ്റത്തില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാ പറയാണ്, നിങ്ങളെ തടയുന്ന ശക്തികളെ തോൽപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഈ 3-ാം മാസം നിങ്ങൾ ജയത്തിലേക്ക് കടക്കാൻ പോകും. ഹല്ലേലൂയ. ഈ യേശുവിനെ ഇവര് അടക്കി. ഇവർ വിചാരിച്ചു തീർന്നു, യേശുവിടെ പരിപാടി ഇനി ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അവിടുന്ന് തുടങ്ങുന്നത്. ഹല്ലേലൂയ. യേശുവിനെ അർമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിലേക്ക് വെച്ചു. എൻ്റെ ഭാഷ പറഞ്ഞ ഏറ്റവും പുതിയ ഗ്രേവ്യാർഡ്, ശവക്കല്ലറ, അതിലേക്ക് വെക്കുവാൻ ഏറ്റവും സമ്പന്നനായിരുന്നു അർമത്യക്കാരൻ ജോസഫ്. അതിലേക്ക് യേശുവിനെ വെച്ച് കഴിഞ്ഞിട്ട് റോമൻ സാമ്രാജ്യം, അന്നത്തെ കാലത്തിൽ പവർഫുൾ രാജ്യം, അവര് ഒരു കല്ലും വച്ചു ഉരുട്ടി. 1-2 പേരല്ല, കുറേ ആൾക്കാർ കൂടി കല്ലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ പടയാളികളെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോണം. ഒരു കാരണത്താൽ അവൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ഈ ശരീരത്തെ കൊണ്ടുപോകാതിരിക്കേണ്ടത് നിങ്ങളുടെ നോട്ടത്തിലായിരിക്കണം. ഒരു കാരണത്താലും ഈ ആൾ പുറത്തു വരാൻ പാടില്ല. സ്തോത്രം, സ്തോത്രം. പക്ഷെ 3-ാമത്തെ ദിവസമായപ്പോൾ ദൈവം മരണപ്പാശയെ അഴിച്ച് ശവക്കല്ലറയിലെ വച്ചേക്കുന്ന കല്ലിനെ ഉരുട്ടി മാറ്റി. യേശു കർത്താവ് ഇറങ്ങി വന്നതുപോലെ കർത്താവ് പറയാ, ചിലരെ 3-ാം മാസം അതുപോലെ ദൈവം ഇറക്കി കൊണ്ടുവരാൻ പോവാണ്. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസിക്കുന്ന വേറെ കരങ്ങൾ അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പറ്റും? ഞാനും നമ്മുടെ അനിൽ ബ്രദർ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഏരിയയിലേക്ക് തിരിച്ച് ഇങ്ങനെ വിടാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന്
പെട്ടെന്ന് ഒരു ദൂതൻ ഇറങ്ങി, അടുത്തൊരു ഗ്രേഡ് കൂടിയ ദൂതൻ ഇറങ്ങിയും നമ്മുടെ അച്ഛൻ ഓടിക്കാൻ വയ്യ. പുള്ളി പറയാ, എനിക്ക് ഭയങ്കര സാന്നിധ്യം ഫീൽ ചെയ്യുന്നു, എനിക്ക് ഓടിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി എന്തോ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യാൻ പോകും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ഗ്രേഡ് കൂടിയ ദൂതന്മാർ ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ തോന്നും. കർത്താവ് എന്നോട് പറയുന്നു, ഗ്രേഡ് കൂടിയ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ചിലര് ഇതുപോലെ മടങ്ങി പോകാനല്ല, ജയാളിയായി മടങ്ങി പോകാൻ പോവാ. ഇതിനകത്ത് കടഭാരമുള്ളവരൊന്ന് കൈപ്പൊക്കിയേ. കടഭാരമുണ്ട്, ഞെരുക്കമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവാണ്. കർത്താവ് ചിലരെ അതുപോലെ ബ്ലസ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ മുമ്പ് കർത്തൃമേശമുണ്ട്, ഉടമ്പടിയെ കുറിച്ച് കാണിക്കുന്ന ഇന്ന് വലിയ വിടുതലുകൾ നടക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നേക്കാട്ടും എനിക്ക് തോന്നുന്നു അതുപോലെ എനിക്ക് നിങ്ങളെ ചലിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് ചലിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഇന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ തോൽവി കാണത്തില്ല. അത് ഉറപ്പായിട്ട് ഞാൻ പറയാണ്, തോൽവി നിങ്ങൾ കാണത്തില്ല. കർത്താവ് പറയാ, തോൽവി കാണത്തില്ല, തോൽവി കാണത്തില്ല. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ലേഡീസ്, അതെങ്കിൽ സിസ്റ്റർമാരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ മേൽ ഒരു അധികാരമുണ്ട്. ആ അധികാരത്തെ ഇന്ന് മുതൽ നിങ്ങൾ ശക്തിയോട് ഉപയോഗിച്ച് തുടങ്ങിക്കോ. ഇത് കേട്ട് തുടങ്ങിയ സിസ്റ്റർമാര് ആരാധിച്ചു തുടങ്ങി. ഞാൻ നിങ്ങളോട് ബ്രദേഴ്സിനോട് പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഇനി 2 രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ വചനത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഈ ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ ആരാ ചെയ്തത്? ഇസ്രായേൽ മക്കൾ തെറ്റ് കാണിച്ചു. ഇസ്രായേൽ മക്കളല്ല, തെറ്റ് കാണിച്ചത് ഏലി പുരോഹിതന്റെ മക്കളാണ്. യുദ്ധം വെളിപ്പെട്ടു, ഫിലിസ്തീനരുടെ നേരെ ഒരു യുദ്ധം വെളിപ്പെട്ടു. ഇവർ ഈ പട്ടകം വെച്ച് ആർക്ക് ഓഫ് ദ കവനന്റ് കൊണ്ട് ഇവർ ഓടി. ആർക്ക് ഓഫ് ദ കവനന്റ് എവിടെ വന്നു? പാളയത്തിലേക്ക് വന്നു. പാളയത്തിലേക്ക് വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയങ്കര ആഘോഷം തുടങ്ങി, സെലിബ്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഈ സെലിബ്രേഷന്റെ സൗണ്ട് ശത്രുയുടെ പാളയത്തിലേക്ക് ചെന്നു. ഹലോ, സ്തോത്രം സ്തോത്രം. അവർ തമ്മിൽ സംസാരിച്ചു, ദൈവത്തിന്റെ പട്ടകം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ദൂത അവർ പറയാ, അയ്യോ അവരുടെ ദൈവം വന്നിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആര് വിടുവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവരിൽ പേടി വന്നു. ഹല്ലേലൂയ. അവരിൽ എന്തോ വന്നു? പേടി വന്നു. അതിനകത്ത് ഏതോ ഒരുത്തൻ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞു, ബി ലൈക്ക് എ മാൻ, ബി ലൈക്ക് എ മാൻ. നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, നമ്മൾ ഇസ്രായേൽ മക്കളെ പിടിക്കാൻ പോവാ. ആമേൻ. വെയിറ്റ്, ശത്രുവാ ഇത് പറഞ്ഞത്. ഹല്ലേലൂയ. ഇവന്മാർ പേടിച്ചിരുന്ന എല്ലാവരും പെട്ടെന്ന് ഒരു ധൈര്യം, സ്തോത്രം, ധൈര്യം വന്നു. ധൈര്യം വന്ന ഫിലിസ്തീയർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ മക്കൾ തോറ്റുപോയി. തോറ്റത്
2 പേരുടെ ന്യൂത്തമാ തോറ്റുപോയത് ഇവർ. പക്ഷേ ദൈവം ഒരിക്കലും തോൽവിക്കാരനല്ല. ദൈവം ഒരിക്കലും തോൽക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ദൈവം ഒരിക്കലും തോൽക്കുന്നില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാ പറയാ, നിങ്ങൾ ഒരിക്കലും തോൽവി അല്ലെന്ന് തെളിയിക്കാനാണ് ഇവിടെ വരെ കൊണ്ടുപോകുന്നത്. വെയിറ്റ്, ഇവര് പട്ടകം കൊണ്ട് എങ്ങോട്ട് ചെന്നു? ഇവരുടെ ദൈവത്തിന്റെ അടുത്തിലേക്ക് പോയി. കൊണ്ടുപോയി വെച്ചത് ദാഗോന്റെ അടുത്തിലേക്കാണ്. ഇവര് വെച്ചിട്ട് പോയി. പക്ഷേ ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുവാണ്. നിമിഷം നേരമായപ്പോൾ ദാഗോൻ, എന്റെ ഭാഷ പറഞ്ഞ, മുട്ടും മടക്കി ദൈവത്തിന്റെ മുമ്പ്. ഹല്ലേലൂയ. അടുത്തത് ഇവർ വിചാരിച്ചു, എടാ ഇങ്ങനെ വീണു പോയതാ, പൊക്കി വീണ്ടും വെച്ചു. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ അവയങ്ങൾ ദാഗോണ്ട് പോവാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി കഴിഞ്ഞു. നീ ഇവർ വിചാരിക്കുക ഈ ആർക്ക് ഓഫ് ദ കവനന്റിനെ അടിച്ച് പൊട്ടിക്കാൻ നോക്കിയാലും നടക്കത്തില്ല, മരിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ പേടി വന്നു. സ്തോത്രം. ഇവർ തിരികെ ഈ പട്ടകം ഇസ്രായേലിന് കൊടുത്തു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതിനകത്തുള്ള ചിലര്, ഇസ്രായേൽ മക്കളിൽ ചിലര് എന്തുവാണെന്ന് പറഞ്ഞ ഒന്ന് നോക്കിയതേ ഉള്ളൂ, മരിച്ചുപോയി പലരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പട്ടകത്തിന്റെ ശക്തി അതിനകത്ത് ഇറങ്ങി വന്നത് ദൈവം ഇത്രയും ബലമുള്ളവനായെങ്കിൽ. ദൈവത്തിന്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം പറയാ, നിങ്ങൾ ദൈവത്തിന്റെ അല്ലയോ എന്ന് പറഞ്ഞാൽ, you are the temple of God. Don't you know that the Holy Spirit is dwelling in you? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുവാണെങ്കിൽ നിങ്ങളല്ല, പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞേക്കണ പറാക്ലിറ്റോ അല്ലേ? അപ്പം പാര എന്ന് പറഞ്ഞ ലാറ്റിൻ പദം എന്തുവെന്നറിയോ? ഇതിൻ്റെ ലാറ്റിൻ പദം കേട്ട് കഴിഞ്ഞാൽ, ഈ യേശു പോകുന്നത് നല്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ വരും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കും. സകല സത്യത്തിലേക്ക് നയിക്കുമ്പോൾ നടക്കാൻ പോകുന്ന എന്തുവെന്നറിയാമോ? നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ജയാളിയായി മാറാൻ പോകും. ഹല്ലേലൂയ. എത്ര പേർ ഇതിന് തയ്യാറാണ്? സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഈ പാര എന്ന് പറയുന്ന സാധനം, അതിന് ലാറ്റിൻ പദം പറയുന്നത് ജോയ്, പീസ്, ലിഫ്റ്റിംഗ്, റൈസിംഗ്, നെവർ ഫോളിംഗ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സന്തോഷം വരും. വചനം പറയുന്നത് എന്തുവാ? The joy of the Lord is my strength. ദൈവത്തിന്റെ സന്തോഷം എൻ്റെ എന്തുവാ? ബലമാണ്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാ, ദൈവരാജ്യമോ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമോ സന്തോഷവും സമാധാനവും പിന്നെന്തുവാ? പരിശുദ്ധാത്മാവിലെ സന്തോഷം, സമാധാനം, ഇതാണല്ലോ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്തോ ഒരു ജോയ് കയറുക. സ്തോത്രം. ഈ ജോയ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോറോ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങളുടെ വേദന മാറാൻ പോവുക. ഇന്ന് മുതൽ നിങ്ങളുടെ തോൽവികൾ മാറാൻ പോവുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ മേൽ സമാധാനത്തെ കെടുത്താൻ നോക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറാൻ പോവുകയാണ്.
കരങ്ങൾ അടിക്കുമെങ്കിൽ നല്ലപോലെ അടിച്ച് സ്തുതിച്ചു. പാറ, ഇതാണ് പാറ. ഈ ഹീബ്രു, ഈ ഗ്രീക്ക് പദം ലെറ്റോ ക്ലെറ്റോ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പറയുന്നത് കേസും ഭയവും തോൽവീന. ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മളെ വെളിപ്പെടുത്തി, നീ കേസിലല്ല, നീ അനുഗ്രഹത്തിലാണ്. നീ ശാപത്തിലല്ല, നീ അനുഗ്രഹത്തിലാണ് നിൽക്കുന്നത്. നീ തോൽവിയല്ല, നീ ജയാളിയാണ്. നീ വാലല്ല, നീ തലയാണ്. നിന്റെ നേരെ ശത്രു ഒരു വഴിക്കുൾ വരും, പക്ഷെ 7 വഴി ചിതറിപ്പോവും. കർത്താവിന്റെ പരിശുദ്ധാത്മാ പറയാണ്, നീ ജയാളിയായി ജീവിക്കാൻ പോവാണ്. ഈ പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞാൽ ഭയം വിട്ടുമാറും. സ്തോത്രം. ഇന്നത്തെ എൻ്റെ മെസ്സേജ് എന്തുകൊണ്ടെന്ന് അറിയാമോ? നിങ്ങളെ ദൈവം വന്നേക്കുന്ന സമ്പന്നനാക്കാനാ. നിങ്ങളെ ദൈവം വന്നേക്കുന്നത് നിങ്ങളെ കടക്കാരനായി ജീവിക്കാനല്ല, കടത്തിൽ നിന്ന് ജയാളിയായി ജീവിക്കാനാണ്. ഇന്ന് എൻ്റെ മെസ്സേജിന്റെ മെയിൻ പ്രത്യേകത ഞാൻ പറയാം. ദൈവരാജ്യത്തിലാണ് പണം കിടക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെ വലിച്ചെടുക്കാനുള്ള മാഗ്നറ്റിക് പവർ നിങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ വലിക്കാൻ പോവാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ സഭ എങ്ങനെ ആകാൻ പോവാണെന്ന് അറിയാമോ? എന്നെ 2ാമത്തെ തവണ വിളിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ വിളിക്കുമെങ്കിൽ, ഇത് 2ാമത്തെ തവണ എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ വചനം വായിക്കുമെങ്കിലില്ലയോ, ഈ അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതുന്നു, അന്ന് സഭ ഒരുമിച്ച് കൂടി ശിഷ്യന്മാർ പ്രസംഗിച്ചു. ശിഷ്യന്മാരാകുന്ന അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു തുടങ്ങി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരിൽ ഒരുവൻ പോലും മുട്ടുള്ളവർ കണ്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ മുട്ട് നിനക്ക് ഉണ്ടാകത്തില്ല. വചനം പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകേയില്ല. ഓ കമാൻ 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 കമാൻ. Thank you Jesus. Thank you Jesus. Thank you Jesus. യേശു പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും, അവർ എൻ്റെ പിന്നാലെ വരും. അവർ വേറെ വഴിക്കൂടെ പോത്തില്ല, അവർ ഞാൻ കാണിക്കുന്ന വഴിക്കൂടെ. ഇതിനകത്ത് ചിലരെ ദൈവത്തിന്റെ വഴിയിലേക്ക് കണക്ട് ചെയ്യുന്നത്, ചിലരാ ഡോറിൽ കൂടെ കയറുന്നത്, ചിലരാ അഭിവൃദ്ധിയെ നേടുന്നത്. Hallelujah. Hallelujah. യഹോവ എൻ്റെ ഇടയനായി മാറാൻ പോവാ. എനിക്ക് മുട്ടുണ്ടാകേയില്ല. എനിക്ക് മുട്ടുണ്ടാകാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർ റെഡിയാണ്? നീ എൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരും മുട്ടുണ്ടാകത്തില്ലെന്ന് പറയാൻ റെഡിയായവർ റെഡി ആയിക്കോ. ഇന്ന് ദൈവം ചില ഡിലേകളെ മാറ്റാൻ പോവാണ്. ഇന്ന് ചില തടസ്സങ്ങളെ ദൈവം മാറ്റാൻ പോവാണ്. നിന്റെ സാമ്പത്തികം നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് വാദം പറഞ്ഞ് നിൽക്കുന്നത് നിന്റെ കയ്യിലേക്ക് വരാൻ പോവാണ്. ഈ 3-ാം മാസം നീ വലിയ അത്ഭുതത്തെ കാണാൻ തുടങ്ങുവാണ്. ഒരു സംഭവം ഇങ്ങനെ കർത്താവിനെ കാണിച്ചപ്പോൾ ഞാനത് നോക്കുക. ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശ്യവാക്യത്തിലാണ്, ഈ ബോറോ ചെയ്യുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വായ്പ മേടിക്കുന്ന മനുഷ്യൻ വായ്പ മേടിച്ച ആളിന് എന്തോ ആയിരിക്കുന്നു? കടക്കാരനായിരിക്കും എന്ന് പറഞ്ഞാൽ സെർവൻ്റ് ആയിരിക്കുന്നു, അല്ലേ? ഈ a borrower is servant to the lender. ലെൻഡ് ചെയ്യുന്ന ആളിന് നമ്മൾ എന്തുവാ? ബോറോ ചെയ്യുന്ന ആൾക്കാർ, മേടിക്കുന്ന ആള് എന്തോ അറിയോ? സെർവൻ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാസനായിരിക്കുന്നു. നമ്മളെ ദാസത്തിന്റെ ആത്മാവിനെ അല്ല തന്നേക്കണേ, പുത്രത്തിന്റെ ആത്മാവിനെയാ തന്നേക്കുന്നത്. പുത്രനായി കഴിഞ്ഞാൽ അവകാശിയോട് പറയാ, റെഡി ആയിക്കോ. Hallelujah. 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 Praise God. Praise God.
ഇത് ദൈവം തരാൻ പോവാണ്. ഹല്ലേലൂയ. പുത്രത്തിന്റെ ആത്മാവിനെ തന്നു കഴിഞ്ഞാൽ പിന്നെ പുത്രത്തിന്റെ ആത്മാവ് നമ്മളിലാവുമ്പോൾ എന്തുവാ? നമ്മൾ പുത്രനാണ്, അവകാശിക്കാണ് എല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ദൈവം ചിലർക്ക് വേണ്ടി അവകാശങ്ങൾ തരാൻ പോവാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ ഒരു കാര്യം വീണ്ടും കാണിക്കുവാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്ത്, വിയറ്റ്നാം എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിൽ വലിയൊരു ധനികൻ ഉണ്ടായിരുന്നു. ആ ധനികൻ തൻ്റെ ഒരേ ഒരു മോന്, തനിക്ക് ആശ്രയമുള്ള ഒരേ ഒരു മോന്, ആ മോന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അമേരിക്കയും വിയറ്റ്നാം തമ്മിൽ ഒരു യുദ്ധം നടന്നു. അന്ന് യുദ്ധം നടക്കുമ്പോൾ പുള്ളിക്ക് തോന്നിച്ചു, എനിക്ക് ഒന്ന് മിലിറ്ററി ജോയിൻ ചെയ്ത് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന്. അവൻ ആ മിലിറ്ററിയിലേക്ക് കയറി ഫൈറ്റ് ചെയ്യാൻ പോയി. പക്ഷെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അവൻ മരിച്ചുപോയി. മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്നു. ഭയങ്കര ഭാരപ്പെട്ടു. അപ്പൻ ഭയങ്കര ഭാരപ്പെട്ടു. പിതാവ് ഒത്തിരി ഭാരപ്പെട്ടു. താൻ ആ മോൻ്റെ വേദനയിൽ ഒരു വിൽപത്രം എഴുതി. വിൽപത്രം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയത്, ആ എഴുതിയ കാര്യങ്ങൾ ആർക്കും ഡിസ്ക്ലോസ് ചെയ്തില്ല, വക്കീലിന് മാത്രം ഡിസ്ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ മരണശേഷം ഈ വിൽപത്രം വായിച്ച് കേൾപ്പിക്കണം, ആ ആളിനെ കേൾപ്പിക്കണം, ഈ കണ്ടീഷൻ എഴുതപ്പെട്ട ഇതിനെ അംഗീകരിക്കാൻ റെഡി ആയ ആളിന് ഇത് കേൾപ്പിക്കണം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിതാവ് മരിച്ചു. പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ കയ്യിലുള്ള സമ്പത്ത് സ്വത്തുകൾ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട വിൽപത്രത്തിലേക്ക് കാര്യങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് അവരൊരു കാര്യം ചെയ്തു, ഓപ്ഷൻ വെച്ചു. ഓപ്ഷൻ വെച്ചത് ഇങ്ങനെയാണ്, പ്രോപ്പർട്ടി അല്ല ഓപ്ഷൻ വെച്ചത്. ഓപ്ഷൻ വെച്ചത് ഈ മരിച്ചു പോയ മോൻ്റെ ഫോട്ടോ ആണ്. ഫോട്ടോ വെച്ച് ഒത്തിരി ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോനകത്ത് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ആ ഫോട്ടോ ആദ്യം വെക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ വെച്ചില്ല. വെക്കാതെ അവർ ആദ്യം വെച്ചത് മോൻ്റെ ഫോട്ടോ ആണ്. ഇത് മേടിക്കുന്ന ആളിനാണ് സകലം. അപ്പോൾ ആൾക്കാരെല്ലാം എന്തോ ചെയ്തു എന്നറിയാം, ഇതൊന്നും വേണ്ട, മറ്റ് ഫോട്ടോകൾ വരട്ടെ, മറ്റേ കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ വക്കീൽ പറഞ്ഞ ഇല്ല, ഫോട്ടോ മേടിക്കുന്നവന് കഴിഞ്ഞിട്ട്, ഫോട്ടോ മേടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഈ ഫോട്ടോ വേണ്ട. പക്ഷേ അവിടെ ഇരുന്ന ദാസൻ അവൻ പറഞ്ഞു, എനിക്ക് നീ ഈ വീട്ടിൽ നിന്ന് നീ അവകാശമില്ല, ഞാൻ അങ്ങ് പോവാ, ഇതുകൂടെ കഴിഞ്ഞാൽ ഞാൻ പോവാ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഫോട്ടോ വേണം. പുള്ളി പറഞ്ഞു ഇത് എത്ര രൂപ? തുച്ഛമായ പൈസ. പുള്ളി പറഞ്ഞു എനിക്കിത് വേണം. പുള്ളി അത് മേടിച്ചു. മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അഡ്വക്കേറ്റ് പറഞ്ഞു ദ ഓപ്ഷൻ ഈസ് ഓവർ, ഓപ്ഷൻ കഴിഞ്ഞിരിക്കുന്നു, നീ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അവർ പറഞ്ഞു എന്തുവാ നിങ്ങൾ പറയുന്നത്? അപ്പൊ പറഞ്ഞു വിൽപത്രം കാണിച്ചിട്ട് പറഞ്ഞു പിതാവ് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപത്രമാണ്, ഫോട്ടോ മേടിക്കുന്നവന് സകലതും തരും. യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നീ അവകാശിയാണ്. നീ ഫോട്ടോ എടുക്കാനല്ല, നീ യേശുവിനെ കൊണ്ടുപോയത് കൊണ്ട്, നീ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അധ്യായം ദൈവം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3-ാം മാസം ദൈവം പറഞ്ഞ പുറപ്പാട് 19 3-ാം മാസം പറഞ്ഞ എന്തുവെന്ന് അറിയാമോ? If you listen to me and obey my covenant, നീ എൻ്റെ ഉടമ്പടിയെ സ്വീകരിച്ച് അതിനെ അനുസരിക്കുമെങ്കിൽ നിനക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ എനിക്ക് വേണ്ടി ഒരു പെക്യുലർ ട്രഷറി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു അവകാശമായിരിക്കും. നീ അവകാശമായിരിക്കും. നിനക്ക് സകലതിനെ മീതെ ഞാനാക്കും. Get ready, get ready, get ready. Hallelujah. Hallelujah. സ്തോത്രം. അടുത്തൊരു കാര്യം കൂടെ കേട്ടിട്ട് നിങ്ങൾ റെഡി ആയിക്കോ.
പ്രാപിക്കാനുള്ള പ്രാപിച്ചിട്ട് പോകാവൂ. ചിലതൊക്കെ ഇന്ന് ബ്രേക്ക് ആയിട്ടേ പോകാവൂ. ദൈവം എന്നോട് പറയുന്നു, ചില ഭവനത്തിൽ നിന്ന് തോൽവികൾ മാറാൻ പോവാണ്, അവകാശവാദങ്ങൾ മാറാൻ പോവാണ്, ചില കൂടിയിരിപ്പിന്റെ പതിർപ്പിന്റെ ശക്തികൾ വിട്ടുമാറാൻ പോവാണ്. മക്കളെ കൊണ്ട് സ്വസ്ഥതയില്ലാതിരിക്കുന്ന പിതാക്കന്മാർ, അമ്മമാർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ഏരിയയിൽ നീ ജീവിക്കുമ്പോൾ ആ ഏരിയ നിനക്ക് ബുദ്ധിമുട്ട് കൊണ്ടുവരണമെങ്കിൽ നീ ആ ഏരിയ അനുഗ്രഹിക്കപ്പെടാൻ പോവാണ്. അങ്ങനെ ഒരു അത്ഭുതത്തിലേക്ക് ചിലർ ഇതിനകത്ത് കയറാൻ പോവാണ്. എന്നോട് കർത്താവ് പറയുന്നു, കൈനകത്ത് അസ്വസ്ഥ വരുന്നതും നടുവേദന ഉള്ളവർ റെഡി ആയിക്കോ. ഇന്ന് ഹീലിംഗ് കൊണ്ട് നിങ്ങൾ പോകാൻ പോവാണ്. ഹീലിംഗ് കൊണ്ട് പോകാൻ പോവാണ്. നിങ്ങളുടെ അസ്വസ്ഥകളെ എല്ലാം ദൈവം വെട്ടി മാറ്റാൻ പോവാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ റെഡിയാണോ അതിനു വേണ്ടി? എത്ര പേർ റെഡിയാണോ ഇതിന്? ഈ ഷീപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഷിപ്പല്ല, ഷീപ്പ്, കുഞ്ഞാട് ഇല്ലേ? അപ്പം ആട്, അതിന് ഈ പൂടയൊക്കെ ഉണ്ട്. ആ പൂടയൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ? അതിന് വിറ്റ് കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് തണുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത്, അത് നല്ല ചൂട് തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ട്രിം ചെയ്തിട്ട് അത് എടുത്തിട്ട് ആൾക്കാർ അത് വിൽക്കും. വിലയാണ്, ഭയങ്കര വിലയാണ്. അപ്പം ഈ കുഞ്ഞാട് ഈ ആടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് പാമ്പ് കടിച്ചാലും, നീ അണലിയാട്ട്, മൂർഖനാട്ട്, രാജമമ്പാലയാട്ട്, നീ ബ്ലാക്ക് മാമ്പയാട്ട്, നീ ഓസ്ട്രേലിയയില ഏറ്റവും വലിയ പാമ്പ്, ആ പാമ്പിൻ്റെ വിഷം പറയുന്നത് ഒരുത്തനെ കടിച്ചു കഴിഞ്ഞാൽ 100 മനുഷ്യനെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു വെനം പാസ്സാക്കുമ്പോൾ ആ വെനം 100 പേരിൽ കുത്തുവായെങ്കിൽ 100 പേർ ആ സമയത്ത് ഫ്രീസായി പോകും. അതുപോലെ വിഷമാണ്. നീ അത് കടിച്ചെന്ന് പറഞ്ഞാലും ഈ ആടിൻ്റെ പ്രത്യേകത എന്താ പറയുമോ? ഈ ആട് ആ കടി കൊള്ളുന്ന സ്ഥലത്ത് വീർത്തിരിക്കും. യജമാനൻ നോക്കുമ്പോൾ, എടാ എന്തെങ്കിലും ചെയ്യണം, പക്ഷെ ഇത് കൂളായിട്ടാണ് നടക്കുന്നത്. ആ വീർപ്പുള്ള സ്ഥലം വെച്ചിട്ട് ഇത് വെള്ളം കുടിക്കും, കഴിക്കും, തിന്നും, എല്ലാം ചെയ്യും. കാരണം ഇതിൻ്റെ ബ്ലഡിനകത്ത് ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം എന്തുവാ? അറിയോ? എന്തുവാ? വെനം. പാമ്പിൻ്റെ വിഷം വെനമാ. ഈ വിഷം എന്തുവാണെന്നറിയോ? പ്രോട്ടീൻ. നമുക്ക് വേണ്ടിയ പ്രോട്ടീൻ ഒരു ദിവസം ഇത്ര പ്രോട്ടീൻ മതി. അത് അളവ് കൂടി കഴിഞ്ഞാൽ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ പ്രോട്ടീൻ ഈ ഷിപ്പിലേക്ക് കുത്തി വെച്ചേക്കുന്നത്, അല്ല ഈ ആടിന് ഈ പാമ്പ് കടിച്ച് റിലീസ് ചെയ്തതിന് ഇതിങ്ങനെ നിൽക്കുക. ഈ ബ്ലഡ് ഉണ്ടല്ലോ, ആൻറ്റിഡോട്ട് ബ്ലഡ്, ഇതിനെ ചെന്നിട്ട് ഡിസോൾവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റിനെ അങ്ങ് തീർത്തു കളയും. അങ്ങനെയായെങ്കിൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഹാബേലിന്റെ രക്തത്തെ കാട്ടും ഗുണമായി സംസാരിക്കുന്ന ആ രക്തം നിന്റെ മേൽ കാണിച്ചേക്കുന്ന പാമ്പിന്റെ ശക്തിയെ, come on. ഏത് വിഷം നിന്നിലേക്ക് ചെന്നിട്ടുണ്ടോ, ഏത് തകർച്ച നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ, അതിനെ ആന്റിഡോട്ട് പുറത്താക്കാൻ പോവാണ്, ഡിസോൾവ് ചെയ്യാൻ പോവാ, അതിനെ നോൺ എഫക്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. Come on. ഡാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ഹല്ലേലൂയ. സിംഹത്തെ പൂട്ടാൻ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. സിംഹത്തെ പൂട്ടാൻ ദൂതൻ ഇറങ്ങി. പക്ഷെ ഏത് ആൾക്കാർ ഇട്ടോ അവന്റെ ബലത്തെ എന്നേക്കും കെടുത്താനായി. രാജാവിന് ഉറക്കം കൊടുത്തില്ല. ഈ രാജാവ് നടക്കുമ്പോൾ ചിന്തിക്കുന്ന എന്തു അറിയോ? എടാ, എന്റെ പ്രിയ ആളാകുന്ന ഡാനിയലിന് ഇവന്മാർ ഞാനോ ഡിഗ്രി ചെയ്തു, ഡിഗ്രീനെ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ യവന്മാർക്ക് പിന്മാറായിരുന്നു. പക്ഷെ ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്,
യവന്മാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ രാത്രി മുഴുക്കൻ നടക്കുന്നത് ഇതാ ചിന്ത. ഹല്ലേലൂയ. രാവിലെ ആയി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഡാനിയലേ, എന്റെ പ്രിയ ഡാനിയലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഡാനിയൽ പറയാ, എന്റെ ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ വായന അടച്ചു. ചില സിംഹത്തിന്റെ വായന അടയ്ക്കാൻ നിനക്ക് വേണ്ടി ഒരു ഡാന്റി ഡോട്ട് വെളിപ്പെടാൻ പോവാ. തീർന്നില്ല. ഏതാൾക്കാർ ഇട്ടോ അവരെ ഇതിലേക്ക് ഇട്ടു. അവർക്ക് ദൂതനില്ലായിരുന്നു, നിനക്ക് ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ പൂട്ടാൻ അവർക്ക് ദൂതന്മാരില്ലായിരുന്നു, പക്ഷെ നിനക്ക് ദൂതന്മാരുണ്ട്. Thank you, Lord Jesus. Hallelujah. Praise God. Praise the Lord. Praise the Lord. അടുത്ത കേട്ടോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞ എന്തോ അറിയോ, നിങ്ങളുടെ നേരെ ഒരു നായ പോലും തൻ്റെ നാവിനെ ചലിപ്പിക്കത്തില്ല. ഒന്നോ ഇരുട്ട്. നമുക്ക് ഈ കാലത്തിൽ കറണ്ട് പോയാൽ ഒന്നുമില്ലെങ്കിൽ എമർജൻസി ലൈറ്റ് ഉണ്ട്. സോളാർ ഉണ്ടെങ്കിൽ സോളാർ വെച്ച് ലൈറ്റ് വേണം. എങ്ങനെയെങ്കിലും നമുക്ക് വെളിച്ചം വേണ്ടി മെഴുതിരിയുണ്ട്. അന്നത്തെ കാലത്തിൽ അമ്മ ഇറങ്ങുമ്പോൾ ആ കൂടെ ഉള്ള ലൈറ്റ് വെച്ചാണ് ഇറങ്ങിയത്. ഈ ഡോഗുകൾ കാണുമ്പോഴേ ബാർക്ക് ചെയ്യാൻ തുടങ്ങും, കുരയ്ക്കാൻ തുടങ്ങും. പക്ഷെ ദൈവം പറയാ, അമ്മമാർ കുരയ്ക്കത്തില്ല. അതിന്റെ അധികാരം കണ്ടോ? നീ ദൈവത്തിന്റെ ആംഗിൾ നിന്റെ നേരെ ഒരു നായ്ക്ക് പോണ്ടോ നാവ് ചലിപ്പിക്കാത്ത രീതിയിൽ ഫ്രീ സോണിലേക്കാക്കും. ഫ്രീ സോണിലേക്കാക്കും. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. ഇന്ന് ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവാണ്. Are you ready for that? നിങ്ങൾ അതിനു വേണ്ടി റെഡിയാണോ? നിങ്ങൾ അതിനു വേണ്ടി റെഡിയാണോ? നിങ്ങൾ ചിലതൊക്കെ പ്രാപിക്കാൻ പോവാണ്. നിങ്ങൾ പ്രാപിക്കാനായി ഇവിടെ വന്നേക്കുന്നത് വെറും കൈ പോകാനല്ല. ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്ത് വിടാൻ പോവാണ്. Hallelujah. Praise God. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് വേണ്ടി ഇത് ചെയ്യണേ അത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഒന്ന് കൈപൊക്കെ. എനിക്ക് വേണ്ടി ഇത് ചെയ്യണേ, എനിക്കത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വോത്രം എന്ന യാഗത്തെ അർപ്പിക്കണം. കിട്ടിന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്, ഇല്ലേ? കിട്ടി കിട്ടി കിട്ടി. ഹല്ലേലൂയ. ഇതിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് കേണോ? കർത്താവ് 6ാമത്തെ ദിവസം സകലതും ഉണ്ടാക്കിയിട്ട് 7ാം ദിവസം റെസ്റ്റിലേക്ക് കയറിയ കർത്താവാണ്. റെസ്റ്റിലേക്ക് കയറിയ കർത്താവ് നീ സൃഷ്ടിക്കണ്ട, നടന്ന സൃഷ്ടിനകത്ത് എല്ലാം കിടപ്പുണ്ട്. പിടികിട്ടിയില്ല. ദൈവം 6ാം ദിവസം സകലതും സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം റെസ്റ്റിലേക്ക് കയറി. പിന്നെ ദൈവം ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, ഒന്നും സൃഷ്ടിക്കാൻ നിന്നിട്ടില്ല. അപ്പം ഈ 6 ദിവസത്തിനകത്താണോ എൻ്റെ ആവശ്യങ്ങൾ കിടക്കുന്നത്? ആണു.
ഈ 6 ദിവസത്തിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ മതി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ. അപ്പൊ ദൈവം അത് സൃഷ്ടിച്ചു കഴിഞ്ഞു. നീ അത് കിട്ടി എന്ന് പറഞ്ഞ സ്തോത്രം ചെയ്താ മതി. ഹല്ലേലൂയ. അത് ചിലരുടെ കയ്യിലേക്ക് വരാൻ പോവാണ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുക. ഇതൊന്ന് ആക്ടിവേറ്റ് ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി വരത്തില്ല, തോൽവി നിങ്ങൾ കാണത്തില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, ഇന്ന് ഞാൻ പ്രവചനത്തെക്കാട്ടും കൂടുതൽ ഇതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ വിടുതലായി മാറാൻ പോവുകയാണ്, വിടുതലായി മാറാൻ പോവുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ നല്ലൊരു കടഭാരത്തിൽ നിന്നാണ് വന്നത്. എന്നെ ഒരാൾ കളിപ്പിച്ച് ചതിച്ചിട്ടാണ് പോയത്. ഞാൻ നല്ലൊരു കടക്കാരനായി മാറി. എൻ്റെ യൗവനപ്രായത്തിൽ, എൻ്റെ യങ് ഏജിൽ ഞാൻ ഏകദേശം 5 lakhs-ഓളം കടമായി. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ പിതാവോ എൻ്റെ പിതാവിൻ്റെ പിതാവോ ഇവരാരും കടക്കാരനല്ലായിരുന്നു. നല്ല സമ്പന്നനിൽ ജീവിച്ച ആൾക്കാരാണ്. ഇപ്പം എൻ്റെ മേൽ കടം വരുമ്പോൾ അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ വന്നപ്പോൾ ഞാനിത് ചോദിക്കാൻ തുടങ്ങി. കർത്താവ്, എനിക്ക് ഈ കടഭാരം എന്തിനു വന്നു? ഞാൻ ചില സമയത്ത് പൊട്ടി കരയാറുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മീറ്റിംഗ് നടക്കുവാണ്, ബ്ലെസ്സിങ്ങും കേഴ്സും എന്ന് പറഞ്ഞത്. ഞാൻ അതിലേക്ക് കയറി. അപ്പോൾ അവിടെ പറയാണ്, നിന്നെ ദൈവം സമ്പന്നനാക്കിയതാണ്, നിന്നെ ദൈവം ബ്ലെസ് ചെയ്തതാണ്, നിന്റെ രോഗത്തെ ദൈവം നീക്കി മാറ്റിയതാണ് കാൽവരി ക്രൂശിൽ, നിന്റെ ദാരിദ്ര്യത്തെ നീക്കി മാറ്റിയതാണ്, നിന്റെ തോൽവികളെ നീക്കി മാറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് നീ അതേ അനുഭവത്തിലേക്കൂടെ പോവുകയെങ്കിൽ നിന്നിൽ എന്തോ കുഴപ്പമുണ്ട്, അത് ഇന്ന് പൊട്ടണം. അപ്പം എല്ലാവരും ആമീൻ പറഞ്ഞു. ഞാനും ആ കൂട്ടത്തിൽ ആമീൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ മേൽ അവകാശം പറയുന്നത് എന്തോ കിടപ്പുണ്ട്, അതിനെ പൊട്ടിച്ച് കർത്താവ് തരണം. ഹല്ലേലൂയ. അത് കർത്താവ് അന്ന് ഞാൻ വചനത്തിൽ കൂടെയാണ് പൊട്ടിയത്. ഇന്ന് നിങ്ങളുടെ മേൽ ആ വചനം വെളിപ്പെടാൻ പോകും. വചനം വെളിപ്പെട്ടാൽ പൊട്ടിയത്, പൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാപിച്ചിട്ടേ പോകാവൂ. ഹല്ലേലൂയ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഈ അഭിഷേകം കിട്ടിയ ശൗല്, അഭിഷേകം കിട്ടി എവിടാ? ശമൂവേലിന്റെ അടുത്ത് പോയി അഭിഷേകം കിട്ടി. അഭിഷേകം കിട്ടിയ ആള്, അനോയിന്റിങ് കിട്ടിയ ആള്, അനോയിന്റിങ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ കാളെ കൊണ്ട് പൂട്ടാൻ പോയി അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിന്റെ മൂപ്പന്മാർ നഹാഷ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അമോനിയർ. ആ രാജാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളോട് ഞാൻ ഒരു ഉടമ്പടിയിലേക്ക് കയറാം. ആ ഉടമ്പടിയുടെ കണ്ടീഷൻ ഇതാണ്, നിങ്ങളുടെ റൈറ്റ് കണ്ണിനെ നിങ്ങൾ ഗോജ് ചെയ്ത് എടുത്ത് തരണം. അത് ആർക്ക് നിന്നെ ആയിരിക്കും? ഇസ്രായേലിന്റെ ദൈവത്തിന് നിന്നെ ആയിരിക്കും. അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തോ ചെയ്യാം? ഉടമ്പടിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു. മൂപ്പന്മാർ കരഞ്ഞോണ്ട് വന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യവന്മാരുടെയും ദൈവം അല്ലയോ ഈ ദൈവം? യാവേ എന്ന് പറഞ്ഞ ദൈവം, എൽ ഷദായി എന്ന് പറഞ്ഞ ആകുന്ന ദൈവം, എലോഹിം എന്ന് പറഞ്ഞ ആകുന്ന ദൈവം, ജഹോവ ജൈര ഈരെ ആകുന്ന ദൈവം ഇവരുടെ ദൈവം അല്ലയോ? ആണ്. ഇവർക്ക് കത്താത്ത എന്തോ അഭിഷേകം കിട്ടിയ ശൗലിന് വെളിപ്പെട്ടു. ഹലോ, കേൾക്കുന്നുണ്ട്? പുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ കാഴ്ച കാണുന്നത് മൂപ്പന്മാർ കിടന്ന് കരച്ചിൽ. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നഹാഷാണ് കാരണം. അവൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൈറ്റ് കണ്ണിന് ഗോഡ് ചെയ്ത് അവന് കൊടുക്കണം. അത് ഇസ്രായേലിന്റെ ദൈവത്തിന് ഒരു നിന്നയായിരിക്കും. അവൻ ആ കാളെ എടുത്ത് ആർത്തിട്ട് പറഞ്ഞു, എന്റെ കൂടെ ഇല്ലാത്തവന്റെ അവസ്ഥ ഇതുപോലാവും. വരുക, ഇപ്പോൾ തന്നെ അവനെ തോൽപ്പിക്കാൻ നമ്മൾ പോകുന്നു. എത്ര പേർ റെഡിയാണ് ശത്രുവിനെ ഇന്ന് തോൽപ്പിച്ച് നിന്റെ അവകാശത്തെ നേടുവാൻ? ഹല്ലേലൂയ.
God, praise God. Come on, come on, come on, come on. Hallelujah. ഇത് ലഭിക്കാൻ പോവാണ്. റെഡിയാണോ? ഇനി നമ്മൾ വചനത്തിലേക്ക് കിടക്കുക. നമ്മുടെ മുമ്പ് 20 മിനിറ്റ്സേ ഉള്ളൂ. ഈ 20 മിനിറ്റ്സിൽ നിങ്ങൾ ഇത് പ്രാപിച്ചിട്ടേ പോകാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്തൃമേശയിൽ നിങ്ങളുടെ മേലുള്ള എല്ലാ റോങ് ആയ സംഭവങ്ങളെല്ലാം വിട്ടുമാറാൻ പോവാണ്. ഹല്ലേലൂയ. വേഗത്തിൽ റെഡിയാണോ? ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഈ 1:28 ഒന്ന് വായിക്കാമോ? ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവം അത് കഴിഞ്ഞിട്ട് ആരെ ബ്ലസ് ചെയ്തെന്നാ പറയുന്നത്? മനുഷ്യനെ, ഇല്ലേ? മനുഷ്യനെ ബ്ലസ് ചെയ്തു. എന്തോ ചെയ്തെന്നറിയോ? ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഭൂമിയെ നിങ്ങൾ നിറയ്ക്കണം, അതിനെ നിങ്ങൾ സബ്ഡ്യൂ ചെയ്യണം. ഹല്ലേലൂയ. എന്തോ ചെയ്തു? ആദ്യം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകണം. ഫ്രൂട്ട്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളെങ്കിൽ അത് 2 മാറണം, 2 ഉണ്ടെങ്കിൽ അത് 4 മാറണം, 4 ഉണ്ടെങ്കിൽ അത് ഹല്ലേലൂയ 8 മാറണം. അങ്ങനെ വർധനയിലേക്ക് പോകണം. അതിന്റെ ഹീബ്രു വാക്ക് പറയുന്നത് പാര, ദ ബ്ലെസ്സിംഗ് ഓഫ് പാര എന്ന് പറഞ്ഞാൽ നീ വർദ്ധിച്ചു വരണം, നീ വർദ്ധിച്ചു വരണം, നീ കുറയുവല്ല, നീ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. എന്റെ മേല് വിടുതൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്രഖ്യാപിച്ചത് എന്തോ അറിയോ? നമ്മുടെ ദൈവം ചെറിയ ദൈവമല്ല, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് എന്തോ വേണമെങ്കിൽ നമുക്ക് തരാം. ഹല്ലേലൂയ. തന്നതിനെ പിടിച്ചാ മതി, തന്നതിനെ പിടിച്ചാ മതി. ഈ പ്രഖ്യാപനമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എയറോപ്ലെയിൻ വരെ കയറി. എവിടെ വരെ കയറി? എയറോപ്ലെയിൻ. ദൈവം ഒരു മനുഷ്യന് എയറോപ്ലെയിൻ തരും, ജെറ്റ് റോക്കറ്റുകൾ തരും, വേണമെങ്കിൽ എന്തോ വേണമെങ്കിൽ തരും. സ്തോത്രം. അത് പിടിച്ച ഒരേ ഒരാളുടെ പേരാണ്, നല്ലപോലെ പിടിച്ച ആളാണ് എലോൺ മസ്ക്. സ്തോത്രം. ആരെന്നറിയോ? അമ്മയ്ക്ക് നല്ലൊരു ബന്ധം യഹൂദനോട്. ജൂയിഷ് ലിനേജിലുള്ള ഒരാളാണ്, ജൂയിഷാണ് അവരുടെ അമ്മയുടെ അമ്മ എങ്ങാണ്ട്. അവർക്ക് മനസ്സിലായി ബൈബിളിനകത്ത് പറയുന്ന എല്ലാ വാക്യങ്ങൾ സത്യമാണ്. ഈ സത്യം വെച്ച് ഏത് അറ്റം വരെ പോകാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ഏത് അറ്റം വരെ പോകാൻ പറ്റുമെന്ന്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വചനം വായിച്ചിട്ടുണ്ട്. ദൈവം പറയാണ്, സ്വർഗാദി സ്വർഗം ദൈവത്തിന്റെ, ഭൂമി അവൻ ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യപുത്രന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്നു. ഈ ഭൂമിയുടെ മേൽ ആർക്ക് അധികാരം ഉണ്ടായിരുന്നു? ലൂസിഫറിന് അധികാരം ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? ലൂസിഫറിന്. ആദ്യ ദൂതൻ അല്ലെ കെറൂബാകന ലൂസിഫറിന് ആരുടെ മേൽ എന്തോടെ മേൽ അവകാശമായിരുന്നു? ഭൂമിയുടെ മേൽ. ഭൂമിയുടെ മേൽ അവകാശം എങ്ങനെ വന്നു? വചനം പറയുന്നു, പ്രഭാത നക്ഷത്രങ്ങൾ ആർത്തപ്പോൾ ദൈവം ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടു. ആരാണ് പ്രഭാത നക്ഷത്രങ്ങൾ? ലൂസിഫറിന്റെ മക്കൾ, അല്ലെ ലൂസിഫറിന്റെ ഇതിലുള്ള ദൂതന്മാർ. അവർ ആർത്തപ്പോഴാണ് ദൈവം ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടത്. ആരാണ് അടിസ്ഥാനം ഇട്ടത്? യേശു. ഹല്ലേലൂയ. ആരാ അടിസ്ഥാനം ഇട്ട്? യേശു. യേശു അടിസ്ഥാനം ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നടന്ന ഒരു സംഭവം കേൾക്കണോ? ഭൂമിയിൽ വാസം ചെയ്ത ലൂസിഫറിന്റെ കൂട്ടർ എന്നിങ്ങനെ വാസം ചെയ്തെന്നറിയോ? കേൾക്കണോ? ജെർമിയാനകത്ത് പറയുന്നുണ്ട്, യെശയ്യാനകത്ത് പറയുന്നുണ്ട്, അവൻ സ്വർണ്ണ പട്ടണങ്ങൾ ഉണ്ടാക്കി, അവൻ സ്വർണ്ണ വീടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഹലോ, ഹല്ലേലൂയ. പക്ഷെ ദൈവം നശിപ്പിക്കാൻ വന്നപ്പോൾ യെരമ്യാവ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിന്റെ പറവകളോട് പറന്ന് പോവീൻ, അവിടെ ഞാൻ മനുഷ്യനെ കണ്ടില്ല എന്ന് പറഞ്ഞ ആ കാലത്തിൽ മനുഷ്യനില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇവൻ എങ്ങനെ താമസിച്ചത്?
സ്വർണ്ണ പട്ടണത്തിൽ സ്വർണ്ണ വീടുകളിൽ അവൻ പാർത്തത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ ദൈവം നശിപ്പിച്ചു. സ്തോത്രം. നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു ടീമിനെ ദൈവം ഇവിടെ ഭൂമിയിലാക്കുക. അത് വേറെ ആരുമല്ല, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ ദൈവത്തിന്റെ മക്കൾ, അത് നമ്മളാണ്. Come on, hallelujah. അങ്ങനെയെങ്കിൽ അവൻ സ്വർണ്ണ പട്ടണങ്ങൾ, സ്വർണ്ണ വീടിനകത്ത് താമസിച്ചെങ്കിൽ നീ അതിനെ കാട്ടും. ഞാൻ പറഞ്ഞ നീ സ്വർണ്ണ വീട് ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഏറ്റവും മികച്ചുള്ള സംഭവം അവന് കൊടുത്തെങ്കിൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയിട്ട്, ഞാൻ കടത്തിൽ ജീവിക്കാനുള്ളവനല്ല, ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ളവനല്ല, ഞാൻ നരകത്തിൽ ജീവിക്കാനുള്ളവനല്ല, ഞാൻ സമ്പന്നനിൽ ജീവിക്കാനുള്ളവനാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം ചിലരെ റിലീസിലേക്ക് റെഡിയാണോ? ഇത് പിടിക്കാൻ റെഡിയാണോ? ഓക്കെ, നമ്മൾ വേഗത്തിൽ കിടക്കാൻ പോവാൻ. ഹെബ്രായിക്ക് എഴുതിയ ലേഖനം 11 അധ്യായം അതിന്റെ 6 വാക്യം വായിച്ചേ ഒന്ന്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആമേൻ. വിത്തൗട്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാതെ ദൈവത്തെ എന്തോ ചെയ്യാൻ പറ്റത്തില്ല, പ്രസാദിക്കാൻ പറ്റത്തേയില്ല. വിശ്വാസം എങ്ങനെ വരുന്നു? കേൾവിയാൽ വരുന്നു. കേൾവി എങ്ങനെ വരുന്നു? വചനത്താൽ വരുന്നു. വചനം എന്തോ പറയുന്നു, അതാണ് നിങ്ങൾ. ഓ കമാൻ കമാൻ കമാൻ, ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ അത് കിട്ടാൻ പോവാ നിങ്ങൾക്ക്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അമേരിക്കയിലുള്ള ഒരു ദൈവദാസൻ ലക്ഷങ്ങൾ കോടികളുടെ കടക്കാരന്. കടത്തിലായിരിക്കുമ്പോൾ പുള്ളി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാർ എടുത്ത് പുള്ളി ഡ്രൈവ് ചെയ്ത് ഓടിച്ചിട്ട് ഒരു മീറ്റിംഗിലേക്ക് പോവുകയാണ്. തൻ്റെ ഭാര്യ ഉണ്ട്, തൻ്റെ മക്കളുണ്ട്, 3 പേർ മക്കൾ പുറയിൽ ഇരിപ്പുണ്ട്. പുള്ളി വണ്ടി ഓടിക്കുന്നു, ഫ്രണ്ടിൽ വൈഫ് ഇരിക്കുന്നു. 2 പേര് വിശ്വാസ പ്രഖ്യാപനയാണ് മെയിനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, ദൈവം അടയാളങ്ങൾ ചെയ്യും, ദൈവം വീരപ്രവർത്തികൾ ചെയ്യും. കാരണം അവൻ വചനത്താലാണ് ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. വണ്ടി അന്ന് ഗ്യാസിലും പെട്രോളിലാണ് ഓടുന്നത്. ഗ്യാസ് ഉണ്ട് ആവശ്യത്തിന്, പെട്രോൾ ഇല്ല, ഗ്യാസ് ഉണ്ട്. ഓടിയെത്താനുള്ള സംഭവം എല്ലാം ഉണ്ട്, തിരികെ വരാനുള്ള സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മക്കൾ പറഞ്ഞു, നമുക്കൊന്ന് കഴിക്കാനായിട്ട്, പപ്പ വിശക്കുന്നു, കഴിക്കണം. അപ്പൊ അപ്പൻ നോക്കിയപ്പോൾ അപ്പന്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. സ്വത്രം. പ്രാസിംഗന്റെ കയ്യിൽ എന്തോ ഇല്ല, സാമ്പത്തികം ഇല്ലാത്ത പ്രാസിംഗൻ ഭാര്യയും പറഞ്ഞു, മക്കളെ നല്ല ഹോട്ടൽ വന്നിട്ടില്ല, വരുന്നുണ്ട്, റെഡി ആയിക്കോ, ഇപ്പോൾ നമുക്ക് കഴിക്കാം. ഓരോ ബെസ്റ്റ് ഹോട്ടലുകൾ പാസ് ആവുമ്പോൾ മക്കൾ പറയും, ദാ അവിടെ കയറണം. അവർ ഇല്ല, ഇതല്ല, ഇതിനെക്കാട്ടും നല്ലത് വരുന്നുണ്ട്, ഇതിനെക്കാട്ടും നല്ല, കാരണം പൈസ ഇല്ല കയ്യിൽ. ആ പ്രഖ്യാപനമല്ല, നല്ല ഹോട്ടൽ വരുന്നുണ്ട്, ദൈവം നമുക്ക് തരും, നല്ലത് വെസ്റ്റ് തരും. മക്കൾ ഇത് കേട്ട് എന്തോ ചെയ്തു അറിയോ? ഉറങ്ങിപ്പോയി. ഉറങ്ങിയ മക്കൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ പുള്ളി കാണുന്ന ഒരു കാഴ്ച, സ്വർഗത്തിൽ നിന്ന് $100 പറന്നിങ്ങനെ വരുന്നു. തന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ഇത് നേരെ ചെന്ന് ഒരു വേലിലേക്ക് തട്ടിട്ട് ഇങ്ങനെ ഹല്ലേലൂയ അടിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ദൈവം കരുതി കഴിഞ്ഞു. ഹല്ലേലൂയ. പുള്ളി വണ്ടി ഒന്ന് സൈഡിലേക്കാക്കി ചെന്ന് നോക്കിയപ്പോൾ $100 പുതിയത്. പുള്ളി അത് എടുത്തിട്ട് ദൈവത്തോട് പറഞ്ഞു, താങ്ക് യു ജീസസ്, നന്ദി കർത്താവേ പറഞ്ഞുകൊണ്ട് പുള്ളി വണ്ടിയിൽ കയറി.
വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മക്കൾ എണീച്ചിട്ട് പറഞ്ഞു, നല്ല ഹോട്ടൽ വന്നില്ലയോ? തോണ്ട് നല്ല ഹോട്ടൽ. കേറിയപ്പോൾ എന്തുവാന്നറിയാമോ? ഇതുവരെ കാണാത്ത ബെസ്റ്റ് ഹോട്ടൽ. കർത്താവ് എന്നോട് പറയുന്നു, ചിലർക്ക് ബെസ്റ്റിലേക്ക് കയറാൻ ദൈവ സമയം തുറക്കുവാണ്. ദൈവ സമയം തുറക്കുവാണ്. ഹീലിങ്ങൾ വെളിപ്പെടുന്നു. അതുപോലെ ബെസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഞാൻ കാണുവാണ്. ഓ ജീസസ്, സ്തോത്രം, ഹല്ലേലൂയ. പുള്ളി കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ബാക്കി ശേഷിപ്പ് വന്നു. ശേഷിപ്പിന്റെ ദൈവം നിങ്ങളെ ശേഷിപ്പിലേക്ക് നടത്താൻ പോവാണ്. നിങ്ങളുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാ നന്മകൾ ദൈവം തരാൻ പോവാണ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു തുടങ്ങാമോ? ആവർത്തന പുസ്തകം 2:7 ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറയാണ്, നിങ്ങൾ 40 സംവത്സരം നിങ്ങൾ ഈ മരുഭൂമിയിൽ നടന്നിട്ട് നിങ്ങൾക്ക് ഒന്നത്തിനും മുട്ടുണ്ടായില്ലെങ്കിൽ, ക്രിസ്തുവിൽ വന്ന പുതിയ വിശ്വാസിയെ, ക്രിസ്തുവിൽ വന്ന 5 വർഷമായ വിശ്വാസിയെ, നിന്റെ ജീവിതത്തിൽ നീ മുട്ടുണ്ടാകാതിരിക്കേണ്ടനായി നിന്റെ മേൽ കിടക്കുന്ന എല്ലാ അവകാശവാദങ്ങൾ പിശാചന്റെ ദൈവം ഇന്ന് പൊട്ടിക്കാൻ പോവാണ്. Come on, come on. പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടണം. 5 അപ്പത്തെ കൊണ്ട് 5000 പേർക്ക് കൊടുത്തിട്ട് ശേഷിപ്പ് ദൈവം തന്നെങ്കിൽ ഇന്ന് ചിലരുടെ മേൽ Come on, get ready, get ready, get ready, get ready. Shakara ba 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 ba. അന്നുള്ള മന്ന തന്നത് മാത്രമല്ല, തൃപ്തി വരുത്തുന്ന രീതിയിൽ നിന്നെ ദൈവം നടത്തുവാൻ മതിയായ ദൈവം. നിന്നെ മുട്ടുണ്ടാക്കുന്ന സകല നിനക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിന്നെ നിനക്ക് വാണ്ട് വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു ശാപത്തിന് ചിഹ്നമാണ്. ഇന്ന് അത് പൊട്ടുവാണ്. പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ. വെറുതെ പോകരുത്, വെറുതെ പോകരുത്. പൊട്ടട്ടെ, പോകാവൂ. ഒരു ദൂതൻ ഇറങ്ങി കഴിഞ്ഞു. ദൂതന്മാർ ഇറങ്ങുന്നു. നീ പിശാചിന്റെ വേസ്റ്റ് കൊട്ടയല്ല. ഹല്ലേലൂയ. അവന്റെ വേസ്റ്റുകൾ ഇടുന്ന നീ കൊട്ടയല്ല, നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അവന്റെ ഒരു സാധനവും നിന്റെ കയ്യിൽ കിടക്കത്തില്ല. അവന്റെ ഒരു അവകാശം നിന്റെ മേലില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. അവന്റെ അവകാശമായി എന്റെ മേൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഇല്ല, ഇല്ല. പോവർട്ടി, ദാരിദ്ര്യം പിശാചിന്റെ സാധനമാണ്. സിക്നസ്, ഡിസീസുകൾ, ഇതെല്ലാം ഇൻഫർമിറ്റി, വീക്ക്നെസ്, തളർച്ച, തളർവാദങ്ങൾ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഷ്ഠവാദം, എന്തെങ്കിലും ആകട്ടെ, ഇതെല്ലാം പിശാചിന്റെയാണ്. ഇത് എൻ്റെ ശരീരത്തിന്മേൽ കിടക്കാൻ പാടില്ല. ദാരിദ്ര്യം അവൻ്റെതാണ്. ഹല്ലേലൂയ. മുട്ടുണ്ടാകുന്നത് അതെല്ലാം എനിക്ക് അവൻ്റെ സ്റ്റഫുകൾ ഒന്നും നമുക്ക് വേണ്ട. കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, നിന്നെ ദൈവം ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കാനാ ദൈവം തീരുമാനിച്ചത്. ആ അനുഗ്രഹം നിന്റെ മേലുണ്ട്. ആ അനുഗ്രഹം നിന്റെ മേലുണ്ട്. അത് ഇന്ന് പുറപ്പെടാൻ പോവാണ്. അഭിഷക്തനെ 2 കൈ തല്ലിലോട്ട് വെച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാണ്, നിങ്ങളുടെ മേൽ ദൈവം എന്തോ
prophetic ആയിട്ട് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ ഡിഗ്രി ചെയ്യും, ഡിക്ലെയർ ചെയ്യും, അത് നടക്കാൻ പോവാണ്. എലീശ പറഞ്ഞു, നാളെ ഈ സമയത്ത് സീരിയയുടെ പാളയം തരാൻ പോകുന്നത് കണ്ടിട്ടില്ല ആരും. പക്ഷെ പറയാ, ആ പട്ടണവാതിൽക്കൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ ഒരുക്കും. എലീശയുടെ ആ പ്രഖ്യാപന അല്ലെ ആ പ്രൊഫസിനെ ദൈവം നിവൃത്തിയാക്കാൻ സീരിയ പാളയത്തിൽ ഒരു ഭയഭീതി ഇട്ടു. അവന്മാരെല്ലാം വിട്ടുപോയി. ഒറ്റ ഒരു ഉദ്ദേശം, ക്ഷാമത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതി കഴിഞ്ഞു. കർത്താവ് എന്നോട് പറയാണ്, അഭിഷക്തനെ, നിങ്ങളുടെ മേൽ അതുപോലൊരു പ്രൊഫറ്റിക് മാന്റിൽ ദൈവം ഇടാൻ പോവാണ്. നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് നടക്കാൻ പോവാണ്. ഞാൻ വീണ്ടും പറയാണ്, ട്രിവാൻഡ്രം പട്ടണം നിങ്ങളുടെ മേൽ വരാൻ പോവാണ്. ഇന്നൊരു ദൂത് ഞാൻ പറയണേ കേട്ടോണം. ഇതിനകത്ത് ആയിരിക്കുന്ന ഒരാൾക്ക് പോലും മുട്ടുണ്ടാകുകയില്ല. അന്ന് ആ സഭയില്, പുതിയ നിയമ സഭയില് ആർക്കും മുട്ടുണ്ടായില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് കിട്ടിയത് അവർ കൊടുത്തു, ഇല്ലാത്തവന് കൊടുത്തു. ആ കൊടുത്തവൻ അടുത്ത റൈസായി. അവന്റെ മേൽ വന്നപ്പോൾ അവൻ മറ്റവനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതിനകത്ത് ആർക്കും മുട്ടുണ്ടാകത്തില്ല. അങ്ങനെ സമ്പന്നന്മാർ കയറാൻ പോവാണ്. അവർ കയറുന്നത് അറിയോ? ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ദൈവം കയറ്റുന്നത്. നമ്മൾ വിശ്വസ്ത കാണിക്കുമെങ്കിൽ ദൈവം പറയാ ഉയർത്താൻ പോവാണ്. ഈ പട്ടണത്തിൽ നടന്ന എന്തോന്നറിയാമോ? സംഭവിച്ച എന്തോന്നറിയോ? ഈ പട്ടണത്തിൽ പലർക്കും കൊടുത്തതാ വേലയ്ക്ക് വേണ്ടി ദൈവം ഈ പട്ടണം. പക്ഷെ അവരുടെ കാര്യം നടത്തിയിട്ട് ബൈ ബൈ ടാറ്റ പറഞ്ഞ് മാറി. മനസ്സിലായോ? അവരുടെ കാര്യം ചെയ്തിട്ട് പോയി. അഭിഷക്തനെ അവരുടെ ബാങ്കുകൾ നിറഞ്ഞു, അവരുടെ അക്കൗണ്ടുകൾ നിറഞ്ഞു. പലരുടെ അക്കൗണ്ടുകൾ ഇല്ലാതായി, സീസായി പോയി, ഒന്നും ഇല്ലാതായി. കർത്താവ് എന്നോട് പറയാം, അങ്ങനെ വരത്തില്ല. റിജോ പാസ്റ്ററെ, നിങ്ങളുടെ മേൽ തരുമ്പോൾ നിങ്ങൾ മറ്റേ ആൾക്കാരെ പകരും. നിങ്ങൾ പഠിപ്പിക്കും, അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ അങ്ങനത്തുള്ള ഒരു ശുശ്രൂഷകനായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയുടെ നിലവാരം മാറാൻ പോവുകയാണ്. കർത്താവിനോട് പറയുന്നു, ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില ടൈം ഷിഫ്റ്റുകൾ വെളിപ്പെടാൻ പോകും. മേജർ ഹീലിംഗുകൾ നടക്കാൻ പോവാണ്. എനിക്കൊരു വെളിപ്പാട് കാണിക്കും. ഒരു അഭിഷക്തൻ ടീമായി, ആ പാസ്റ്ററും കൂടെ വേറൊരു അഭിഷക്തൻ പോയി ഗുജറാത്തിൽ പോയപ്പോൾ ആ ഹോളില് മൊത്തം വരുന്നത് ദൈവത്തെ അറിയാത്തവരാ. ദൈവം ആരെന്ന് അവർക്ക് അറിയത്തില്ല പലർക്കും. പക്ഷെ അവർ കേട്ട ആ പോസ്റ്ററിൽ കണ്ടതും കേട്ടതും അനൗൺസ്മെന്റ് നടന്നത്, വരുവിൻ, ഇന്ന് നിങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെടുത്താം, അവൻ ഹീലറാണ്, അവൻ ഹീൽ ചെയ്യുന്ന ദൈവമാണ്, ഹീലിംഗുകൾ നടക്കും. ഇങ്ങനെയാണ് പ്രസ്താവന. കേട്ടോണം. അന്നത്തെ ദൈവദാസൻ അഭിഷക്തൻ ഭയങ്കര ശക്തമായി ഹീലിംഗിൽ ഉപയോഗിക്കപ്പെടുന്ന ആളാണ്. പക്ഷെ കൂട്ടത്തിൽ പോയ ആളും ഹീലിംഗിന് ഉപയോഗിക്കുന്ന ആളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ആൾ പോയത്. പക്ഷെ ഈ അസിസ്റ്റ് ചെയ്യപ്പെട്ട് പോയ ആള് ഒറ്റ ഒരു കാര്യം ചെയ്തു. പുള്ളിക്ക് മനസ്സിലായി, ഈ പട്ടണത്തെ തൊടണമെങ്കിൽ ഒരു പ്രാസിംഗൻ വന്ന് പ്രസംഗിച്ചു പോകുന്ന പ്രസംഗം കൊണ്ടല്ല, എന്തോ ദൈവത്തിന്റെ വലിയ അത്ഭുത അദൃശ്യകരം ചലിക്കണം. ആ ഹോളിലേക്ക് വരുന്ന മുമ്പ് ആൾക്കാർ, പുള്ളി ആ ഹോളിലേക്ക് പോയി. അഭിഷക്തനെ ഹോളിലേക്ക് പോയിട്ട് നടന്നിട്ട് പറഞ്ഞു, യേശുയുടെ രക്തത്തെ ഞാൻ ഇവിടെ
ബ്ലഡ് ചെയ്യുന്നു, യേശുയുടെ രക്തത്തെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നു, യേശുയുടെ രക്തത്തെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നു, യേശുയുടെ രക്തത്തെ സ്പ്രിങ്കിൾ ചെയ്യുന്നു. പുള്ളി ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങനെ 7 വട്ടം ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്നു. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ നടന്ന എന്തോ സംഭവം കേൾക്കണം. കണ്ണ് കാണാത്ത ആൾക്കാരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഇവൻ്റെ എമ്മാരുടെ യേശു വലിയ യേശു ആണെന്നാണ് പറയുന്നത്. ഒന്ന് കാണാം എന്ന് പറഞ്ഞ് അന്ധന്മാരെ വീട്ടിൽ നിന്ന് പോക്കി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിലേക്ക് കാൽ വച്ചു. അവർ വിളിച്ചു പറയാ, മുझे सब दिख रहा है, मैं देख सकता हूं. എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് ലഭിച്ചിരിക്കുന്നു. ജന്മനാൽ കുരുടനായവന്റെ കണ്ണ് കാണാൻ തുടങ്ങിയെങ്കിൽ, come on, are you getting something? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ വീട്ടിനകത്ത് ചെയ്തു തുടങ്ങിയെന്ന്, നിന്റെ വീട്ടിനകത്ത് നടക്കാൻ പോകുന്ന സംഭവം. സ്തോത്രം. കർത്താവിനോട് പറയുന്നു, വീണ്ടും പറയാണ്, അഭിഷക്തനെ റെഡി ആയിക്കോ. ഈ പട്ടണം നിങ്ങളുടെ കയ്യിൽ തന്നത് മാത്രമല്ല, കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിങ്ങളുടെ സഭ വരും. വിശ്വസ്തന്മാരെ അപ്പോയിന്റ് ചെയ്യാൻ റെഡി ആയിക്കോ. പലരും വരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, എങ്ങനെ ഇത് നടന്നത്, അങ്ങനെ ഇങ്ങനെ ഉള്ളത് പറയണം. ഞാൻ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവ് എന്നെ മാനിച്ചു. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വത്തുകൾ പോയത്, നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്നു. ആഡ് ആകാൻ പോവാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ റെഡിയാണോ? അതിനെ എങ്ങനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും? നിങ്ങൾ പിടിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ രഹസ്യത്തെ മനസ്സിലാക്കണം. നിങ്ങൾ ആരാണ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എല്ലാം വരും. ഹല്ലേലൂയ. ആർ യു റെഡി ഫോർ ദാറ്റ്? ജോലി ഇല്ലാതെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ജോലിയുടെ സാധ്യതകൾ ഓപ്പൺ ആകുന്നത് ഞാൻ കാണുവാണ്. കർത്താവിനോട് പറയുന്നു, റെഡി ആയിക്കോളാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങൾക്കറിയാമോ, ദാവീദ് സിക്ലാഗ് വെച്ച് സകലതും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. സകലതും നഷ്ടപ്പെട്ടു. ആരായിരുന്നു ദാവീദ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ഹലോ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ദാവീദിനെ കാട്ടും നമ്മൾ ശ്രേഷ്ഠന്മാരാ, ഇല്ലേ? 2 വചനം തരാം. ദൈവം പറയാണ്, യോഹന്നാൻ സ്നാപകൻ സ്ത്രീയിൽ നിന്ന് ജനിച്ച് ഏറ്റവും വലിയ പ്രവാചകനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ച് യോഹന്നാൻ സ്നാപകൻ ഏറ്റവും വലിയ പ്രവാചകനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ ആരെന്നറിയോ? യോഹന്നാൻ സ്നാപകനാണ്. സംശയമുണ്ടോ? കർത്താവ് യേശുവ പറഞ്ഞത്, ലോകം കണ്ട് ഏറ്റവും വലിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനാണ്. കാരണം എന്തറിയോ? യേശുവിന് വേണ്ടി വഴി ഒരുക്കിയ ആളാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമം പുതിയ നിയമത്തെ നിവർത്തിയാക്കിയ ഒരേ ഒരാള് നസ്രാന യേശുവാണ്. ആ യേശുവാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ആള്. ആ ആളിന് വേണ്ടിയാണ് വഴി ഒരുക്കിയത്. ആര്? യോഹന്നാൻ സ്നാപകൻ. ഈ ആളാണ് പ്രവചിച്ചത്, വരുന്നു എന്റെ പിന്നാലെ. ഹല്ലേലൂയ. അവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ, I am not worthy to untie what has been tied. അതിനെക്കാട്ടും വലിയ ശ്രേഷ്ഠനാണ് ആള്. ആ ആള് എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ നിങ്ങളെ അവൻ പരിശുദ്ധാത്മാവിലും തീനാൽ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ നടക്കുന്ന സംഭവം എന്തുവെന്ന് അറിയാമോ? നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല അവകാശവാദങ്ങളെ പൊട്ടിക്കും അവൻ. പക്ഷെ യേശു പറയാ, നിങ്ങൾ അവനെക്കാട്ടും വലിയവനാണ്. എവിടെ? ദൈവരാജ്യത്തിൽ. ദൈവരാജ്യത്തിൽ നിങ്ങൾ അവനെക്കാട്ടും വലിയവൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരാ? വലിയവനാണ്. ക്രിസ്തുവിൽ നിങ്ങൾ അവനെക്കാട്ടും വലിയവനാണ്. ദാവീദിനെക്കാട്ടും വലിയവൻ എങ്ങനെയാണെന്ന് അറിയോ? ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്തറിയോ? നിങ്ങൾ മണവാട്ടി. മണവാട്ടിയാ. മണവാട്ടിയെ ഒരു കാരണത്താലും യേശു വിടത്തില്ല. ഹല്ലേലൂയ. വാട്ടം ചുരുക്കം എന്തോ ഉണ്ടായാലും യേശു വന്നിട്ട് പറയും, ഇതെന്റേതാണ്, എന്റെയാണ്, എന്റെ അവകാശമാണ്. നീ കേട്ടോ, ഈ ബ്രൈഡ് ഗ്രൂം മണവാളൻ വരാൻ പോവാ, മധ്യമേഘത്തിൽ വരാൻ പോവാ. എല്ലാം നടന്നു തുടങ്ങിക്കഴിഞ്ഞു. എന്നോട് ഇന്നലെ തൊട്ട് പറയാ, നീ ഇതൂടെ പറയണം, ഇവിടെ എന്റെ വരവ് അടുത്തു എന്ന് പറ. ഹല്ലേലൂയ. 3 ചരിത്രം പറയട്ടെ. 3 ചരിത്രം നടക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. എന്തുവാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ടല്ലോ, അതിന്റെ ടെക്ടോ പ്ലേറ്റ് നീങ്ങാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? നീങ്ങനെ എന്താണെന്നറിയാമോ? ഒലിവ് മല ഒരുങ്ങാൻ പോവാണ്. ഹല്ലേലൂയ. ഇത് കീറാൻ പോവാണ്. ഇത് കീറണമെങ്കിൽ എല്ലാത്തിനെ അടിസ്ഥാനത്തെ ഇളക്കണം. ദൈവം അടിസ്ഥാനത്തെ ഇളക്കി തുടങ്ങി കഴിഞ്ഞു. Hallelujah. Praise God. Hallelujah. ദൈവം അടിസ്ഥാനത്തെ ഇളക്കിയത് എന്തെന്നറിയാമോ? അവന്റെ വരോ അടുത്തു. മണവാളൻ വരാൻ റെഡിയായി. ദൈവം പറയാം, മണവാളൻ വരാൻ റെഡിയായി. എണ്ണ ഇല്ലെങ്കിൽ പണി പാളാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എണ്ണ എപ്പോഴും വരണം, കാരണം തീ കത്തണം. അടുത്ത കേട്ടോ. സിക്ലാഗ് വെച്ച് സകലതും നഷ്ടപ്പെട്ട ദാവീദ് എല്ലാരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ കരഞ്ഞില്ല. അവൻ എന്തോ ചെയ്തെന്നറിയോ? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നീ എന്തോ ചെയ്യണം കർത്താവേ, എന്തോ ചെയ്യണം? ഉടനെ പറയാണ്, എഫോദ് കൊണ്ടുവാ. എഫോദിനെ ഇട്ടപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയോ? എഫോദ് ഇട്ടപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? 5 നൂല് വച്ചാണ് എഫോദ് തയ്ച്ചേക്കുന്നത്. 5 നൂല്. 1 ഗോൾഡ് വെച്ചാണ് തുന്നിയേക്കുന്നത്. ഗോൾഡ് എന്തുവാ? ഡിവിനിറ്റിയെ കാണിക്കുന്നു, ദൈവികത്തെ കാണിക്കുന്നു. ദൈവികത്വം എന്ന് പറഞ്ഞാൽ ആദ്യം നീ ഇടുമ്പോൾ നീ ദൈവികത്വത്തിലേക്ക് കയറി കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് ബ്ലൂ വെച്ചാണ് തുന്നുന്നത്. ബ്ലൂ എന്തോ കാണിക്കുന്നു അറിയോ? സ്വർഗത്തോടുള്ള ബന്ധം. നിന്റെ ബന്ധം പുതുക്കി ദൈവം. ഹല്ലേലൂയ. അടുത്തത് ദൈവം പർപ്പൽ വെച്ച് അതിനെ തുന്നി. പർപ്പൽ റോയാലിറ്റി. അതുകൊണ്ടാണ് എസ്തേർ രാജാവിന്റെ മുമ്പ് റോയൽ വസ്ത്രം ഇട്ടിട്ട് വന്ന് നിന്നപ്പോഴാണ് രാജാവ് പറഞ്ഞു, നിനക്ക് എന്തുവാ വേണ്ടിയത്? ചെങ്കോൽ നീട്ടിട്ട് പറഞ്ഞു, എന്തുവാ വേണ്ടിയത്? കാരണം നീ വന്നത് റോയൽ ഡ്രസ് കൊണ്ടാണ്. സ്ത്രീകളുടെ മേൽ, സിസ്റ്റർമാരുടെ മേൽ ഒരു അധികാരം വെളിപ്പെടാൻ പോവാണ്. അതിനെ പറയാൻ പോവാ. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് കുറച്ച് വർഷങ്ങളായി US-ന്റെ പട്ടണത്തിൽ ഒരു ട്രാഫിക് ജാം വന്നപ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ച ആരെയാണെന്നറിയോ? ഒരു സിസ്റ്ററിനെയാണ്. ആ സിസ്റ്റർ ആരാണെന്നറിയോ? ഇന്ത്യക്കാരി. ആ ഇന്ത്യക്കാരി ആരാണെന്നറിയോ? ഒരു മലയാളി. സ്തോത്രം. ഹല്ലേലൂയ. മലയാളി സിസ്റ്റർ വണ്ടിനകത്ത് സ്റ്റിയറിംഗിനകത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ഹേ ട്രാഫിക് ക്ലിയർ ആകാം. പറയുന്നത് ആരാന്നറിയാമോ? മണവാട്ടിയാ. സ്തോത്രം. നിമിഷം നേരമായപ്പോൾ നടന്നെന്തു അറിയോ? ട്രാഫിക് ജാമുകൾ മാറി. ആൾക്കാർ ഞെട്ടി. എന്തോ ഇതിന്റെ രഹസ്യം? അവർ പറഞ്ഞു, മണവാട്ടിയ അധികാരമുള്ള
അടുത്തത് വെള്ള നൂല് വെച്ച് ഇത് തുന്നും. വെള്ള കാണിക്കുന്ന നീതിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. അടുത്തത് സ്കാർലെറ്റ്, റെഡ് വെച്ച് തുന്നി. എന്തോ അറിയോ? രക്ത ഉടമ്പടിയെ കുറിച്ച് കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. പുള്ളി അത് അങ്ങ് ഇട്ടു. പുള്ളിക്ക് അറിയാം ഇത് ഇട്ടാൽ എന്തോ വെളിപ്പെടും. തുമീം ഉണ്ട്. തുമീം ഉരിം 2 സാധനങ്ങളുണ്ട്. കല്ലുകളുണ്ട്. 12 ഗോത്രങ്ങളെ റിപ്രസെന്റ് ചെയ്യുന്ന കല്ലുകൾ. ഇതെന്തുവാ കാണിക്കുന്ന അറിയാമോ? ഇതെല്ലാം ഡിവൈൻ പവറിനെ കണക്ട് ചെയ്യുന്നതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ആർക്കാ കൊടുത്തെന്ന് അറിയോ? ദൈവസഭയ്ക്കാ കൊടുത്തത്. സ്തോത്രം. യേശുവിനെ നമ്മൾ ധരിച്ചപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. വെളിപ്പാട്, ആലോചനകൾ എല്ലാം നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഇട്ട ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം ദൈവമേ? കർത്താവ് പറഞ്ഞു, പോ, നിനക്ക് ഞാൻ സകലതും തിരിച്ചു തരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാ, നഷ്ടപ്പെട്ട സാമ്പത്തികം, നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മക്കൾ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാണ്, ചിലതൊക്കെ എന്നോട് കർത്താവ് പറയാ, ചിലരുടെ വോയിസുകൾ മടങ്ങി വരാൻ പോവാ. ചിലരുടെ ചെവിയുടെ മേൽ ദൈവം തൊടാൻ പോവാണ്. ചിലരുടെ കണ്ണുകളെ ദൈവം തൊടാൻ പോവാണ്. ചിലരുടെ കൈകളെ ദൈവം തൊടാൻ പോവാണ്. ചിലരുടെ കാലുകളെ ദൈവം തൊടാൻ പോവാണ്. Hallelujah. Thank you Lord Jesus. Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇരുട്ടിന്റെ നിക്ഷേപങ്ങൾ, ഗുപ്തനിധികൾ നിനക്ക് തരാം എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രസംഗമല്ല. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി ദൈവജനം നീ അനുഭവിക്കാൻ പോകുന്ന കർത്താവിനോട് പറഞ്ഞതാ. 2022 ദൈവം എനിക്ക് ഒരു സ്വപ്നം കാണിക്കുക, ഒരു വിഷൻ പോലും കാണിച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി 7 വർഷം തുറക്കുവാണ്. 7 വർഷം തുറക്കുവാണ്. ഇത് 2022 കാണിച്ച ഒരു, ഇത് 7 വർഷം വരെ പോകുന്നു. ഈ 7 വർഷത്തിൽ ഞാൻ എൻ്റെ ജനത്തെ ബ്ലസ് ചെയ്യും. സമൃദ്ധി തരും. സമൃദ്ധി തന്നാൽ അവർ 6 മുമ്പ് നിരങ്ങത്തില്ല. ഹല്ലേലൂയ. 6 മുമ്പ് കൈനീട്ടത്തില്ല. 6 മുമ്പ് ദൈവം മുട്ടുമടക്കാൻ അനുവദിക്കത്തില്ല. ദൈവം എന്തോ സൂപ്പർ നാച്ചുറൽ റിലീസ് ചെയ്യാൻ പോവാണെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പാസ്റ്ററിന്റെ സഭ, ഇവിടെ വേറെ ഒരു പാസ്റ്ററിന്റെ സഭയിൽ പോകുന്നയാ. ആ പുള്ളിക്കാരത്തി ഇപ്പോൾ നമ്മുടെ അവിടെ ദുബായ് സഭയിൽ നമ്മുടെ കൂടെ, നമ്മുടെ ഇതിലാണ് വരുന്നത്. എല്ലാ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. പുള്ളിക്കാരത്തിക്ക് ജോലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. എവിടെ പൊട്ടിച്ചാൽ ഇത് പൊട്ടുമെന്ന്. ഇത് പൊട്ടിയാൽ ഇവർക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ ഫോൺ എടുക്കാതിരിക്കുക. കാരണം എൻ്റെ ഈ ജഡത്തിൽ ഒരു ചിന്ത, അവരൊക്കെ നമ്മുടെ സഭയല്ല, അവര് നമ്മുടെ സഭയല്ല, അവരൊക്കെ എത്രത്തോളം നമ്മളോട് യോജിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഈ മാറ്റി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാ, അവർ ആരാണെന്നറിയോ? ദൈവത്തിൻ്റെ സഭയിലുള്ളവരാണ്. ഈ സഭ ആ സഭയല്ല, ദൈവത്തിൻ്റെ സഭയിലുള്ള ആളാണ്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു. ഈ ആഴ്ച തിങ്കളാഴ്ച വിളിച്ചു പറയുന്നു, ജോലി കിട്ടിയിരിക്കുന്നു. ഒക്ടോബർ നവംബർ മുതൽ ജോലി ഇല്ലാത്ത ആള് ഇപ്പോൾ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മ പറയാ, നിങ്ങൾക്ക് ഡിലേ ആയിരിക്കുന്ന ചില സാമ്പത്തിക നന്മകൾ ലഭിക്കാൻ പോവാണ്. ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നേ ഇല്ല. വിളിക്കാതെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കേസിന് ദൈവം ഇപ്പൊ ഡീൽ ചെയ്യാൻ പോവാണ്. ആരാ അങ്ങനെ കേസ് പറഞ്ഞാൽ ഒത്തിരി അപേക്ഷിക്കുന്നു, പക്ഷെ ലിസ്റ്റിനകത്തും വരുന്നില്ല, ലിസ്റ്റിനകത്ത് ഇടുന്നില്ല. അങ്ങനെ ആരാ? അങ്ങനത്തുള്ള ആരാ? സിസ്റ്ററാണോ? മോള്
ലിസ്റ്റിനകത്ത് വരുന്നില്ല. കർത്താവ് പറയാ ഫോർ ഫ്രണ്ടിലേക്ക് ദൈവം ആക്കാൻ പോവാണ്. ലിസ്റ്റിനെ ദൈവം തിരുത്തി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഈ ജോലി ഇല്ലാത്തവരെ കൈയൊന്ന് സ്വർഗത്തിലേക്കൊന്ന്. കർത്താവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എല്ലാം റെഡിയാക്കിയതാണ്. 6 ദിവസം നീ റെസ്റ്റിലേക്ക്, പണിയെല്ലാം തീർത്ത് 7 ദിവസം റെസ്റ്റിലേക്ക് കയറിയതാണ്. ആ റെസ്റ്റിലേക്ക് കയറിയപ്പോൾ 6 ദിവസം കൊണ്ട് 1, 2, 3, 4, 5, 6 ദിവസം കൊണ്ട് തീർത്തത്, അതിനകത്ത് നമ്മുടെ എല്ലാ വിടുതലുകൾ കിടപ്പുണ്ട്. ആ വിടുതലിനെ കർത്താവ് ഇപ്പോൾ ഇവരുടെ ആവശ്യത്തിന്മേൽ റിലീസ് ചെയ്താട്ട്. സ്പെഷ്യലി ഇവർക്ക് ജോലി ഇല്ലാത്തത് ജോലി തേടി വരട്ടെ, തേടി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലി റിസീവ് ചെയ്താട്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ജോലി ലഭിച്ചു എന്ന് പറഞ്ഞോണ്ട് താങ്ക്സ് പറഞ്ഞേ. കർത്താവേ നന്ദി, നന്ദിന് സ്തോത്രത്തെ ഞാൻ അർപ്പിക്കുന്നു. ഈ ജോലിയിൽ സാലറി കുറഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടോ? കുറഞ്ഞു പോയതോ അത് നീ ജോലി അത്രയും കർത്താവ് എന്നോട് പറയാ വിടുതലയക്കാൻ പോവാണ്. പിടിക്കാൻ പറ്റുന്നെങ്കിൽ പിടിച്ചോ. ദൈവത്തിന്റെ ദൂതനാണ് നിങ്ങളുടെ മേൽ ഒരു വലിയ റിലീസിംഗ് നടത്താൻ പോവാണ്. Thank you Lord Jesus. Thank you Lord Jesus. വീടില്ലാത്തവർ വീടിന് വേണ്ടി റെഡി ആയിക്കൂ. പുതിയ വീടുകൾ ലഭിക്കാൻ പോവാണ്. പുതിയ വീടുകൾ ലഭിക്കാൻ പോവാണ്. ബിസിനസ്സുമായി ദൈവം ചിലരെ കണക്ട് ചെയ്യാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം. എ കൊണ്ട് പേര് തുടങ്ങുന്നേ, എ ആയിട്ട് പേര് തുടങ്ങുന്നത് 2-3 പേർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. എ പേരിലുള്ള 3 പേർക്ക് ദൈവം വലിയൊരു അത്ഭുതത്തെ ചെയ്യാൻ പോവാണ്. റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസീവ് ചെയ്തോ. അരുൺ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അരുൺ വിടുതൽ ദൈവം അയക്കാൻ പോവാണ്. വിടുതൽ അയക്കാൻ പോവാ. Thank you Lord Jesus. Hallelujah. മോളിലേക്ക് കൈ ഒന്ന് ഉയർത്തി. എന്റെ പേരെന്തുവാ? അനുഗ്രഹ. കർത്താവ് എന്നോട് പറയാ, നിന്റെ മുമ്പ് ഡോറ് അടഞ്ഞു കിടക്കുന്നതിനെ ദൈവം തള്ളി ഒരു ഫോഴ്സ് ഇട്ടിട്ട് എന്ന് പറഞ്ഞ് തുറക്കുന്നു. കുഞ്ഞെ, നീ എന്തോ പഠിക്കുക? 10th കഴിഞ്ഞു. കർത്താവിനോട് പറയുക, നിന്നെ ഉന്നത പഠനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച സാമ്പത്തികം നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത് റിലീസ് ചെയ്യാൻ പോവാണ്. ഈ കുഞ്ഞെ, നിനക്ക് ദൈവം വിദേശ രാജ്യത്തിലേക്ക് നിന്നെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. നിനക്ക് വേണമെങ്കിൽ 2025 അല്ലേ, 26-27 ഇതിൻ്റെ ആ ടൈം സോണിലേക്ക് കയറി തീരുമ്പോൾ
അല്ലെ അതിൻ്റെ മുമ്പ് ദൈവം നിനക്ക് വേണ്ടി വിദേശ രാജ്യത്തിൽ പഠനത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കും. നീ അതിന് റെഡി ആയെങ്കിൽ നിനക്ക് പിടിക്കാം. കർത്താവ് പറയാൻ നിനക്ക് വേണ്ടി അത് ദൈവം ചെയ്യാൻ പോവാണ്. നിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ കാണുന്ന ഇംഗ്ലീഷ്കാർ എങ്ങനെ സംസാരിക്കണോ അതുപോലെ നിന്റെ വാക്കുകൾ. ഒരാള് ഒരു പ്രവചനത്തെ കേട്ട് റെഡിയായി സ്വീകരിച്ചപ്പോൾ ഓസ്ട്രേലിയയിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു വീട് റെഡിയാക്കി കൊടുത്തു. ഓസ്ട്രേലിയയുടെ മണ്ണ് അവർക്ക് വേണ്ടി റെഡിയായി മാറി. കർത്താവ് എന്നോട് പറയുന്നു, അങ്ങനെ ചിലർക്ക് വേണ്ടി വിദേശ രാജ്യത്തിൽ ചില നന്മകൾ ഒരുക്കി കൊടുക്കുന്നത് ഞാൻ കാണുവാണ്. പിടിക്കാൻ പറ്റണമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മീറ്റിംഗിന്റെ എൻ ടൈമിലേക്ക് കയറാൻ പോവുക. എൻ ടൈമിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, ഇതോട് പറഞ്ഞിട്ട് നിങ്ങളുടെ മേൽ ഒരു റിലീസിങ് നടത്താൻ ദൈവം പറയുകയാണ്. ഒരു കേഴ്സ് ബ്രേക്ക് ആവും, ഒരു ശാപത്തെ ദൈവം ബ്രേക്ക് ചെയ്യും എന്ന് പറയുന്നത്. ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു, എല്ലാ അനുഗ്രഹത്തെ തന്നു. അനുഗ്രഹത്തെ തന്നെ എവിടാന്നറിയോ? ഈ ശരീരത്തിലല്ല തന്നത്, ആത്മാവിലാ തന്നത്. ഈ ആത്മാവിൽ തന്നെ അനുഗ്രഹത്തെ ആത്മാവിലെ തന്നെ പിടിക്കണം. ആത്മാവിൽ പിടിക്കണം. പിടിക്കണമെങ്കിൽ തന്നെ കഴിഞ്ഞതിന് എങ്ങനെ പിടിക്കും? തന്നെ ഓൾറെഡി തന്നെ നമ്മൾ പിടിക്കണം. എങ്ങനെ പിടിക്കും? അതാണ് ഭയങ്കര ഒരു അത്ഭുതം. ദൈവം തിരികെ അതേ വാക്ക് വെച്ച് ഉറപ്പിക്കണം. റൈറ്റ്? ആദമിനെ ദൈവം സൃഷ്ടിച്ചു, ഹവയെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി, ഏദൻ തോട്ടത്തിലായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർപ്പം, നാഗാസ് എന്ന് പറഞ്ഞ ദൂതൻ, വീണുപോയ ദൂതൻ. നാഗാസ് ആരാ? ലൂസിഫർ, നാഗാഷ്. ആ ദൂതന്റെ രൂപം എന്തുവാ? സ്വർണ്ണ. ഇത് എന്തുവാ റിപ്രസെന്റ് ചെയ്യുന്ന ആ എന്തുവാ ഈ പാമ്പെന്നാ പറയുന്നത്. നാഗാസ് എന്ന് പറഞ്ഞ ഒരു പാമ്പാണ്. അപ്പം ലൂസിഫറിന്റെ ഇതെന്തുവാ? പാമ്പിന്റെ ഇതാണ്. അപ്പം ഈ ആള് ഇറങ്ങി വന്ന് ചതിക്കുവാണ്. ആരെ? ഹവേ തെറ്റിക്കുവാണ്. തെറ്റിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? തൻ്റെ ബുദ്ധി വെച്ച് ഹവേ ഒരിക്കലും തെറ്റിക്കാൻ പറ്റത്തില്ല. തൻ്റെ ബുദ്ധി വെച്ച് ഒരിക്കലും തെറ്റിക്കാൻ പറ്റത്തില്ല. എന്തോ ചെയ്തെന്നറിയോ? ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാകുന്ന പാമ്പന്റെ ബുദ്ധി എടുത്തിട്ട് സ്ത്രീയോട് പറയാണ്. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആള് പെട്ടെന്ന് തെറ്റുവാണ്. തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആദം സത്യം പറഞ്ഞാൽ വീണതല്ല. ആദം ഒരിക്കലും പെട്ടെന്ന് വീണതല്ല. ആദം നോക്കിയപ്പോൾ ഇത് സംഭവിച്ചു പോയല്ലോ. ഇത് നോക്കി നിൽക്കേ ഒരു ദിവസം കൊണ്ടല്ല, ഇതിങ്ങനെ നടന്നു പുള്ളി കുറച്ച്. അത് കഴിഞ്ഞിട്ട് പുള്ളി ചിന്തിച്ചു, വീണ്ടെടുപ്പുകാരൻ, ദൈവം വീണ്ടെടുപ്പുകാരന്. ഞാൻ ഇതിലേക്ക് പോയാലും കുഴപ്പമില്ല, ദൈവം നമ്മളെ വീണ്ടെടുത്തോളും. സ്തോത്രം. പുള്ളി അറിഞ്ഞോണ്ട് ആ ഫലത്തെ തിന്നു. അറിഞ്ഞോണ്ട്. സ്തോത്രം. നീ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ദൈവം അത് കാണത്തില്ല. ദൈവം നിന്നെ അവിടുന്ന് വിടുവിക്കാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാ, നിങ്ങളെ അവിടെ നിന്ന് ദൈവം വിടുവിക്കാൻ റെഡിയാണ്. അവിടെ നിന്ന് ദൈവം വിടുവിക്കാൻ റെഡിയാണ്. ദൈവം നിങ്ങളെ അവിടെ നിന്ന് വിടുവിക്കാൻ റെഡിയാണ്. ഇവരുടെ കയ്യിലുള്ള സകലതും നഷ്ടപ്പെട്ടു. എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു. ഇത് റിസ്റ്റോർ ചെയ്യാൻ ദൈവം റെഡിയാണ്. റെഡി ആയിരിക്കുമ്പോൾ നോഹ ദൈവത്തിന്റെ പിക്ചറിലേക്ക് വന്നു. ദൈവത്തിന്റെ പിക്ചറിലേക്ക് വന്നപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയോ? നോഹയെ ദൈവം ബ്ലസ് ചെയ്തു. ബ്ലസ് എവിടെ ചെയ്തെന്നറിയാമോ? ദൈവം അറാറത്ത് പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് ഇവരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അറാറത്ത് പർവ്വതത്തിന്റെ ആ വെള്ളം എല്ലാം ഉണങ്ങി പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം അടുത്ത് ഉടമ്പടി ചെയ്യുവാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇവൻ യാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ വെളിപ്പെട്ടു. ദൈവം വെളിപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞ വചനം എന്തോന്നറിയാമോ? ദൈവം എന്തോ ആദമിനോട് പറഞ്ഞോ അതേ വാക്യം, സ്തോത്രം, ദൈവം റിവേഴ്സ് ഇടുക.
ദൈവം തിരികെ കൊണ്ടുവന്നിട്ട് പറയാ, നീ ഇതാണ്, നീ ഇതിനു വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടേക്കുന്നത്, നീ ഇതിനു വേണ്ടിയാണ് ദൈവം നിന്നെ പ്ലേസ് ചെയ്തേക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാണ്, ഇന്ന് ചിലരെ ദൈവം അതേ ബ്ലെസ്സിങ്ങിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഇത് 8 ആവർത്തനം 8:18 പറയാ, ദൈവമല്ലയോ ശക്തി തരുന്നത് നിനക്ക് മണി ഉണ്ടാക്കാൻ. ഇറ്റ് ഈസ് ഹി ഹു ഗിവ്സ് യു പവർ ടു ഗെറ്റ് വെൽത്ത്. വെൽത്ത് നിന്റെ മേൽ വരുന്നത് ശക്തി കൊണ്ടുകൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തി ചിലരുടെ മേൽ വെളിപ്പെടാൻ പോവാണ്. ഹല്ലേലൂയ. ചിലരുടെ മേൽ ഈ ശക്തി വെളിപ്പെടാൻ പോവാണ്. 2, പാപിയുടെ ധനം നീതിമാന് വേണ്ടി വച്ചിരിക്കുന്നു. പാപിയുടെ ധനം നിനക്ക് വേണ്ടി വരാൻ പോവാണ്. വെൽത്ത് ഓഫ് ദ സിന്നർ ഈസ് ട്രാൻസ്ഫർഡ് ഇൻടു ദ റൈച്ചസ്. നീതിമാന് വേണ്ടി ദുഷ്ടന്റെ വെൽത്തിനെ ദൈവം വച്ചേക്കെ. എന്തിനറിയാമോ? ടൈം ആവുമ്പോൾ നിന്നിലേക്ക് അത് റിലീസ് ആകേണ്ടിയാണ്. ദൈവം എബ്രഹാം പിതാവിനോട് പറഞ്ഞ എന്തറിയാമോ? നിന്റെ സന്തതി അവർക്ക് ഇല്ലാത്ത ദേശത്തിലേക്ക് പോയി അടിമയായിരിക്കും. ടൈം ആവുമ്പോൾ പാലും തേൻ ഒഴുകുന്ന ദേശത്തിലേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കും. ടൈം ആവുമ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈം. ദൈവം പറയാ, എല്ലാം നിങ്ങളുടെ മേൽ വരാൻ പോവാണ്. ഓ come on, hallelujah. ദശാംശം കൊടുക്കുന്നവരെ ദൈവം ബ്ലസ് ചെയ്യാൻ പോവാണ്. ഓഫറിംഗ് കൊടുക്കുന്നവരെ ദൈവം ബ്ലസ് ചെയ്യാൻ പോവാണ്. സീഡുകൾ വിതയ്ക്കുന്നവരെ ദൈവം ബ്ലസ് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഒരു വ്യക്തിക്കല്ല, റിജോ പാസ്റ്ററിനല്ല നിങ്ങൾ കൊടുക്കുന്നത്, സണ്ണി പാസ്റ്ററിനല്ല, തോമസ് പാസ്റ്ററിനല്ല കൊടുക്കുന്നത്. ഇത് ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്, ഇത് ദൈവത്തിനാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങളുടെ ദശാംശവും നിങ്ങളുടെ ഓഫറിംഗുകൾ ആലയത്തിലേക്ക് കൊണ്ടുപോവാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന് കിളിവാതിൽ തുറക്കും. ഹല്ലേലൂയ. റെഡി ആയിക്കോ. കർത്താവ് നിങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തെ എന്നേക്കോ എടുത്ത് മാറ്റാൻ പോവാണ്. ഞെരുക്കങ്ങളെ ദൈവം മാറ്റാൻ പോവാണ്. ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടാൻ പോവാണ്. ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ? 9 മണി നേരത്തിലും 11 മണി 3 മണി നേരം ഇല്ലേ, പണിക്കാർ വന്നു, പണി ചെയ്തു. ഇങ്ങനെ പറഞ്ഞില്ല, അയ്യോ നിനക്ക് നീ രാവിലെ തൊട്ട് വന്നതില്ലേ, 1000 അങ്ങ് തരാം. നീ 12 മണി നേരം ഇല്ലേ, നിനക്ക് ഇത്രയും തരാം. ഇല്ല ഇല്ല. കൂലി ദൈവം കൽപ്പിക്കുമ്പോൾ ഒരേ സ്ട്രക്ചറിലാകും. ദൈവം എന്നോട് പറയാ, നിന്നെ ചിലർ കളിപ്പിച്ചു, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നീ ഇതുവരെ ദൈവരാജ്യത്തിന് അധ്വാനിച്ചു, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തതും, നീ ജോലിക്ക് പോയതും ജോലി ചെയ്തതും, അതിന്റെ ബോണസ് സഹിതം ദൈവം നിനക്ക് തിരികെ തരാൻ പോകും. വെൽത്ത് ആൻഡ് റിച്ചസ് ആർ ഇൻ ഹിസ് ഹൗസ്. ആരുടെ? 112 സങ്കീർത്തനം പറയുന്നു, ധനവും മാനവും ആരുടെ വീട്ടില? നീതിമാന്റെ വീട്ടില്. നീ ക്രിസ്തുവിൽ നീതിമാനായെങ്കിൽ വെൽത്തും റിച്ചസും നിനക്ക് വെളിപ്പെടാൻ പോവാണ്. ഹല്ലേലൂയ. ഈ യോഹന്നാൻ 3 പറയുന്നത്, നീ സകലത്തിലും ശുഭമായിരിക്കേണ്ടേനാ. എന്തോ പറയുന്നത്? ശുഭവും സുഖമായിരിക്കണ്ടേ ഇല്ലേ? നിന്നെ ദൈവം അതുപോലെ അനുഗ്രഹിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ സത്യം പറഞ്ഞാൽ എന്തോ അറിയാം, നമ്മുടെ ആത്മാവിനല്ല പ്രശ്നം, നമ്മുടെ ദേഹിയാണ് നമ്മുടെ ശരീരത്തെ നമ്മുടെ ദേഹിയാണ് ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് ഇല്ലേ? വിൽ, മൈൻഡ്, ഇമോഷൻസ് എവിടെ കിടക്കുന്ന അറിയോ? നമ്മുടെ സോളില് ദേഹിയിലാണ് കിടക്കുന്നത്. ഈ ദേഹി എന്തോ പറയുന്നു, അതാ ശരീരം കേൾക്കുന്നത്. പക്ഷെ ആത്മാ പറയും തെറ്റാണ്, ചെയ്യരുതെന്ന്. ആത്മാവൊന്ന് ബലപ്പെട്ടാൽ നിന്റെ ദേഹി ആത്മാവിന് കീഴ്പ്പെട്ടാൽ ശരീരം ചിലതൊക്കെ കൽപ്പിച്ചു തുടങ്ങും. വാ പറയും, ഹല്ലേലൂയ, നീ രോഗിയല്ല.
ഇരിക്കുന്നത്, അതുപോലാണ് നിന്റെ നാവ്. ഈ നാവില് ബ്ലെസ്സിംഗ് ഉണ്ട്, ശാപമുണ്ട്. ഇന്ന് മുതൽ ബ്ലെസ്സിംഗ് കൽപ്പിക്കാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, ചിലർ അങ്ങനെ കേറാൻ പോവാണ്. ക്ഷാമം കണ്ട ഇസാക്ക് വെത നടത്തി 100 മടങ്ങ് കിട്ടി. അടുത്ത് കേട്ടോ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, കുഴിക്കുന്ന സ്ഥലത്ത് വെള്ളം ഇറങ്ങി വരും. സൂപ്പർ നാച്ചുറൽ. അടുത്തത്, നീ ഇതുവരെ കണ്ട സിത്നയാങ്കി ഈഷ്കാങ്കി നീ റഹോബാത്ത് വെളിപ്പെടും. വെള്ളം ഒരിക്കലും പറ്റത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ മീൻ പിടിച്ചിട്ടുണ്ട്, മീനിനകത്ത് ദ്രഹ്മപ്പണം വന്നിട്ടില്ല. പക്ഷേ ഈ തോണ നീ പിടിക്കുമ്പോൾ ദ്രഹ്മപ്പണമാ വരുന്നത്. അയ്യോ പൗലോസേ, നീ മെലിത ദ്വീപിലേക്ക് കയറിയപ്പോൾ നിന്നെ സ്വീകരിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ, നീ അടുത്ത കപ്പലിലേക്ക് കയറാൻ വന്നപ്പോൾ, നിനക്ക് വേണ്ടി സകല സമർത്ഥി കൊണ്ട് അവർ കേറി വന്നു. കർത്താവ് പറയാ, അതുപോലൊരു അത്ഭുതത്തെ ദൈവം റിലീസ് ചെയ്യാൻ പോവാണ്.